പല കാര്യത്തിലും അവർ നമ്മളെക്കാളൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. അവരുടെ നോളജ് ലെവൽ അത്രയും അഡ്വാൻസ്ഡ് ആണ്. എന്നോട് അത് ചെയ്യരുതെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നും കേട്ടിട്ടില്ല. കുറച്ചും കൂടി ലെസ് ടോക്സിക് ആവാനുണ്ട് കേരളം എന്ന് ഞാൻ പറയും. ഡ്രീം മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ഫെമി ബെന്നിയാണ്. യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിൽ നിന്നും റിസർച്ച് എക്സലൻസ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ ആദ്യത്തെ മലയാളിയാണ് ഫെമി. കീടശാസ്ത്രത്തിലെ ഒരു യുവ പ്രതിഭയാണ്. ഫെമിയുമായുള്ള സംഭാഷണത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. ഒട്ടും താമസിപ്പിക്കുന്നില്ല, ഫെമിയുമായിട്ടുള്ള ഒരു ഉഗ്രൻ സംഭാഷണത്തിലേക്ക് നമുക്ക് ചെല്ലാം. ഫെമി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഫെമിയെ കുറിച്ച് അറിയാത്ത ശ്രോതാക്കൾക്ക് വേണ്ടി ഫെമി ആരാണെന്ന് ഒന്ന് പറയാമോ? ഓക്കെ, ഞാനൊരു എൻറ്റമോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ PhD ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ വീട് കണ്ണൂര് ഇരിട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലം, ഇരിട്ടിയിലെ എടത്തുട്ടി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ഞാൻ ലണ്ടനിൽ സ്ട്രാറ്റ്ഫോർഡിലാണ് ഉള്ളത്. ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിലാണ് ഞാൻ PhDക്ക് ജോയിൻ ചെയ്തത്. രണ്ട് മാസമായിട്ടേ ഉള്ളൂ ജോയിൻ ചെയ്തിട്ട്. അപ്പോ ഇതാണ് ബേസിക്കലി എന്നെ പറ്റിയിട്ട് പറയാനുള്ളത്. കൊള്ളാലോ. എൻ്റെ ഗ്രാൻഡ് പേരൻസ് കുറെ കാലം ശ്രീകണ്ഠാപുരം അടുത്ത് നെടുവാലൂരായിരുന്നു. ഞാൻ ഇരിട്ടിയിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, കൊച്ചിലെ. നല്ല അടിപൊളി മലകൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇരിട്ടി ഭയങ്കര ഭംഗിയുള്ള സ്ഥലം. എന്താ പറയാ, അൺടച്ച്ഡ് ബ്യൂട്ടി എന്നൊക്കെ പറയുന്നത്, അതുപോലത്തെ ഒരു സ്ഥലമായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ. ഇപ്പോഴെനിക്കറിയില്ല, ഗൂഗിൾ മാപ്പ് നോക്കി പഴയ ശ്രീകണ്ഠാപുരവും നെടുവാലൂരും ഒക്കെ നോക്കിയപ്പോൾ പല വ്യത്യാസങ്ങളും കാണുന്നുണ്ട്. കംപ്ലീറ്റ് മാറിയതുപോലെ തോന്നി. അപ്പോൾ എൻറ്റമോളജി എന്ന് പറഞ്ഞാൽ കീടശാസ്ത്രം. ഇതിലേക്ക് വരാൻ ഇരിട്ടി എങ്ങനെ ഒരു കാരണമായി? നമ്മുടെ നാടും പൂമ്പാറ്റകളും തേനീച്ചയും എങ്ങനെ സ്വാധീനിച്ചു? എന്താണ് പ്രാണികളെ ഇത്രയും സ്നേഹിക്കാനുള്ള കാരണം? അത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു ഗ്രാമമാണെന്ന്. അപ്പൊ എന്റെ വീട് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അപ്പൻ കൃഷിക്കാരനാ. അപ്പം കുറച്ച് റബ്ബറും തെങ്ങും കവുങ്ങും എല്ലാം കുറേശ്ശെ ഉള്ള അങ്ങനത്തെ ഒരു സാധാരണ നാട്ടിൻപുറത്തെ ഒരു ഫാമിലിയാണ് ഞങ്ങളുടെ. അപ്പോ ഞാൻ ചെറുപ്പം മുതൽ വളരുമ്പോൾ മുതൽ കാണുന്നത്, ആ സമയത്ത് ഞാൻ ചെറുതൊക്കെയായിരുന്ന ടൈമിൽ ഞങ്ങൾക്ക് ഈ മറ്റേ തേനീച്ച കൃഷി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ തെങ്ങിൻ തോട്ടം നിറയെ തേനീച്ചയുടെ പെട്ടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പം എന്റെ അമ്മയ്ക്ക് തേനീച്ച കുത്തുന്നത് ഭയങ്കര അലർജിയാ. അപ്പൊ അപ്പന്റെ പുറകെ എപ്പോഴും പോകുന്നത് ഞാനായിരിക്കും. ഞാൻ കുഞ്ഞാണെങ്കിലും ഞാനാ പുറകെ പോവുക. അപ്പൊ എനിക്കിത് ഭയങ്കര ഫാസിനേഷനാ. ഇപ്പൊ ഞാൻ ഓർക്കുമ്പോഴും പണ്ടത്തെ കുറച്ച് ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. അതായത് അപ്പൻ ഇങ്ങനെ മറ്റേ ഇതിലെ ആയിട്ടുള്ള ക്വീൻ ബീ ഉണ്ടാവും, റാണി തേനീച്ച എന്നൊക്കെ മലയാളത്തിൽ പറയുന്നത്. അപ്പൊ അതിനെ ഇങ്ങനെ കയ്യിലെടുത്ത് പിടിക്കും. എന്നിട്ട് ഇപ്പൊ ബാക്കി ഈച്ചകളെല്ലാം ഇങ്ങനെ വന്നിട്ട് അപ്പന്റെ കയ്യിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പൊ അതൊക്കെ എനിക്ക് കാണുമ്പോ, അന്നത്തെ ഇപ്പൊ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നും. എല്ലാവർക്കും അവരുടെ അപ്പന്മാരെന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോ ഫിഗർ ഉണ്ടാവുമല്ലോ. അപ്പം എനിക്കത് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിരുന്നു. അപ്പം അങ്ങനെ ആനിമൽസിനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത്, അത്രയും ഈസോടെ ഒരു ഉപദ്രവം ചെയ്യാതെ ഹാൻഡിൽ ചെയ്യാന്നുള്ള ആ ഒരു ഇഷ്ടം എപ്പോഴും ഉണ്ട്. പിന്നെ ഇതിന്റെ ഒരു നല്ല സൈഡ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആനിമൽസ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് ഇൻസെക്ട്സ് ഉള്ള ആനിമൽസിനോടുള്ള പേടിയൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. കാരണം ഞങ്ങളുടെ വീട്ടില് കൃഷിക്കാരാകുമ്പോ തന്നെ അറിയാലോ, അങ്ങനെ എല്ലാത്തിനോടും ഒരു എക്സ്പോഷർ ഉണ്ടാവും. അപ്പൊ ആ പേടികളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എല്ലാ സബ്ജക്ട്സും ഒന്നും പഠിക്കാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ലായിരുന്നു. അപ്പൊ പഠിത്തത്തില് ചെറുപ്പത്തിൽ അത്ര നല്ല പഠിത്തമൊന്നും ഇല്ല. പഠിക്കണം എന്നൊരു വിചാരമൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. പഠിച്ചു തുടങ്ങിയത് ഒരു +1 +2 ആയപ്പോഴാണ്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 സബ്ജക്ട്സാണ് ഉള്ളത്. ഒന്ന് സുവോളജിയും പിന്നൊന്ന് കെമിസ്ട്രി. സോ ഐ വാസ് പ്രിറ്റി ഷുവർ ദാറ്റ് ഇതിലൊരെണ്ണം ചൂസ് ചെയ്യാം ഇനി പഠിക്കാൻ പോകുമ്പോൾ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ കുറെ ആലോചിച്ച് ലാസ്റ്റ് ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ സുവോളജി തന്നെ എടുക്കാം. അതാകുമ്പോൾ എനിക്ക് ഇൻസെക്ട്സിനെ പറ്റിയിട്ട് പഠിക്കാൻ പോവാലോ. ഇപ്പം നമ്മുടെ നാട്ടിൽ എൻറ്റമോളജി കോഴ്സസ് കമ്പാരിറ്റീവ്ലി കുറവാ. അപ്പോ വളരെ കുറവാ. എല്ലായിടത്തും സുവോളജി ആണ് കോഴ്സസ് ഉണ്ടാവുക. പിന്നെ സ്പെഷ്യലൈസേഷൻ ഉള്ള സ്ഥലങ്ങളിൽ കോൺസർവേഷൻ ബയോളജി, വൈൽഡ് ലൈഫ് സയൻസ് അങ്ങനെയുള്ള സ്പെഷ്യലൈസേഷൻസ് ആണ് ഉള്ളത്. അപ്പോ എൻറ്റമോളജി സ്പെഷ്യലൈസേഷൻ ഉള്ള കുറച്ച് സ്ഥലങ്ങൾ, ഒന്ന് കാലിക്കറ്റില് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ക്യാമ്പസിൽ, അതുപോലെ മടപ്പള്ളി എന്ന് പറഞ്ഞിട്ടൊരു കോളേജ് ഉണ്ട്, കാലിക്കറ്റിൽ വരുന്ന കുറച്ച് കോളേജസ്, അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഉള്ളൂ. പിന്നെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെ വിട്ട് പഠിപ്പിക്കാനുള്ള ഒരു ആ ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു വിചാരമൊന്നും എന്റെ വീട്ടുകാർക്ക് വലിയ കാര്യമായിട്ടില്ലായിരുന്നു. എന്തിനപ്പം അത്രയും ദൂരമൊക്കെ പോകുന്നത്, ഇവിടെ അടുത്ത് കോളേജ് ഇല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ആ ഒരു ഇതും കൂടി ഉള്ളത് കൊണ്ടിട്ട് എനിക്ക് ഇപ്പൊ പഠിക്കാനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ എനിക്ക് കിട്ടുന്നത്, ഞാൻ പ്രൊവിഡൻസിൽ പോയി ഡിഗ്രി ചെയ്തു സുവോളജിയിൽ. അത് പ്യുവർ സുവോളജി ഡിഗ്രി. അപ്പൊ പ്രൊവിഡൻസിൽ ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ
ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അവിടെ എന്റമോളജി സ്പെഷ്യലൈസേഷനാണ്. അങ്ങനെ ഞാൻ എന്റമോളജി പഠിക്കാൻ പോയി. അങ്ങനെയാണ് ഞാൻ എന്റമോളജിയിലേക്ക് എത്തുന്നത്. കുറച്ചു നേരം മുമ്പ് പറഞ്ഞതിനെ പറ്റി ഒരു കാര്യം അറിയാനായിരുന്നു. ഈ റാണി തേനീച്ച അപ്പോൾ കൊത്തില്ലേ? അങ്ങനൊന്നും ചെയ്യൂല. പിന്നെ അപ്പന് തൊലിക്കട്ടി കുറച്ച് കൂടുതലായതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവാറില്ലായിരുന്നു. അപ്പനെ പൊതുവെ ഇപ്പം തേനീച്ച കുത്തുന്നതൊന്നും അത് വേറൊരു സംഭവ. അപ്പനെ തേനീച്ച കുത്തിയ സാധാരണ ആളുകൾക്ക് ഉണ്ടാവുന്ന പോലത്തെ ഈ പറയുന്ന ആ ഒരു റിയാക്ഷൻ ഉണ്ടാവുമല്ലോ, അത്രയും അലർജിക് റിയാക്ഷൻ ഒന്നും അപ്പനില്ല. ഒരു പക്ഷെ സെൻസിറ്റൈസ്ഡ് ആയതായിരിക്കാം. അപ്പന്റെ ചെറിയ പ്രായം മുതൽ ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ട് നടന്നതുകൊണ്ട് ആ ഒരു ഇപ്പൊ നീര് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വലിയ കാര്യമായിട്ട് ഉണ്ടാവാറില്ല. അതൊന്നും ഒരു വിഷയമേ അല്ല. പിന്നെ അതിന്റെ ആ മറ്റേ സ്റ്റിംഗ് ഗ്ലാൻഡ് ഈ കൊല്ലി ഇരുന്ന് പോവാന്ന് പറയുന്നുണ്ടല്ലോ, അതെടുത്ത് കളഞ്ഞാൽ മാത്രം മതി. അല്ലാതെ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അപ്പന് ഉണ്ടാവാറില്ല. സോ യാ. എന്റമോളജി റിസർച്ചിനെ കുറിച്ചുള്ള മലയാള മനോരമയിലുള്ള വാർത്ത വഴിയാണ് ഞാൻ ഫെമിയെ പരിചയപ്പെട്ടത്. അതിനെപ്പറ്റി ഒന്ന് ശ്രോതാക്കളോട് പറയാമോ? ആ വാർത്ത വരാനുള്ള മുഖ്യ കാരണം എന്തായിരുന്നു? അത് എനിക്കും കാര്യമായിട്ട് ചോദിച്ചാൽ അറിയത്തില്ല. അത് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ എന്നെ മനോരമയുടെ ആള് വിളിച്ചിട്ട് അതെ ഇങ്ങനെ ഒരു സാധനം കൊടുക്കണം, അപ്പൊ ഈ പറയുന്ന ഡീറ്റെയിൽസ് അവർക്ക് വേണ്ട ഡീറ്റെയിൽസ് ചോദിച്ചു. ഓൾറെഡി അവരുടെ അടുത്ത് കുറച്ച് ഡീറ്റെയിൽസ് എന്റേതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എന്റമോളജി ഞാൻ യൂണിവേഴ്സിറ്റിയിൽ എന്റമോളജി ചെയ്യായിരുന്നു. അതൊരു 2 വർഷത്തെ കോഴ്സാ. യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഒരു 2-2.25 വർഷം അങ്ങ് പോകുമെന്ന് വിചാരിച്ചു. അപ്പൊ ആ കോഴ്സ് തീരുമ്പോഴത്തേക്കും ഇപ്പൊ എനിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പഠിക്കാൻ പോകാൻ ചിലപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മളൊരു മലയോര ഫാമിലി ഒക്കെ ആണല്ലോ, അപ്പൊ അവർക്ക് അവരുടേതായ കുറെ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. സോ ഒരു ഗ്യാപ്പ് വരരുത് സ്റ്റഡീസിൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കുക. പ്രത്യേകിച്ച് മാസ്റ്റേഴ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും എല്ലാവരും കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് വരുമല്ലോ. അപ്പോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഡിഗ്രി പഠിക്കുന്ന സമയത്ത്, പ്രൊവിഡൻസിൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ബാംഗ്ലൂരുള്ള അശോക ട്രസ്റ്റ് ഫോർ റിസർച്ച് ഇൻ എക്കോളജി ആൻഡ് എൻവയോൺമെന്റ്, ഏട്രി എന്ന് അതിനെ ചെറുതായിട്ട് വിളിക്കുക, ഏട്രി. അപ്പം ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വിസിറ്റ് പോവുമല്ലോ, അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി IISc പോയി, അങ്ങനത്തെ കുറച്ച് നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയി. അപ്പൊ ഞാനിങ്ങനെ പോയി നോക്കുമ്പോൾ എനിക്ക് കുറേം കൂടി ഇഷ്ടം തോന്നിയതും എനിക്ക് ആ വർക്ക് കൾച്ചറും കണ്ടത് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയത് ഈ ഏട്രിയിലേക്കാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഏട്രിയിൽ എങ്ങനെയും ജോയിൻ ചെയ്യണം എന്ന്, ഈ മാസ്റ്റേഴ്സ് തീർത്തിട്ട്. ഇത് ഞാൻ ബാച്ചിലേഴ്സ് ചെയ്യുന്ന സമയത്താണ്. അപ്പൊ അന്ന് അവിടെ ഞങ്ങൾക്ക് ഒരു ടോക്ക് ഒക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ഇൻസെക്ട് ലാബ് ഉണ്ട്. അപ്പം എനിക്ക് എങ്ങനെയും അതിൻ്റെ അകത്ത് കയറി പറ്റണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ ഞാൻ മാസ്റ്റേഴ്സിന്റെ ലാസ്റ്റ് ഇയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു പ്രൊജക്റ്റിൽ വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്തു. പക്ഷെ നമുക്ക് ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതൊക്കെ വേറെ ആയിരിക്കും. കാരണം ഞാൻ MSc ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ 2018 അപ്പം ആ സമയത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ CV എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ +2 വരെ പഠിച്ചു, പിന്നെ നമ്മൾ ബാച്ചിലേഴ്സ് ചെയ്തു, അതിന് നല്ല മാർക്ക് ഉണ്ട്, അത് നമുക്ക് പൊക്കി കാണിക്കാം. പിന്നെ നമ്മൾ PG ചെയ്തു, PGയുടെ റിസൾട്ടോട്ട് വന്നിട്ടുമില്ല, അതിലെന്തെങ്കിലും പൊക്കി കാണിക്കാനുള്ളത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ CV വളരെ സിമ്പിളാ. അപ്പൊ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി പറ്റുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കാലത്തെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും ഞാൻ അപ്ലൈ ചെയ്തു, കിട്ടാണെ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ. അപ്പൊ എനിക്ക് ഇന്റർവ്യൂവിന്റെ ഡേറ്റും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ PG തീരുകയും ചെയ്തു. ഞാൻ ഇനി എന്താ ചെയ്യാന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുക. അപ്പൊ MPhilനുള്ള പ്രോസസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങുന്നുണ്ട്. അപ്പൊ ഞാൻ MPhilന് അപ്ലൈ ചെയ്തു. ഏതായാലും വെറുതെ ഇരിക്കാൻ പറ്റൂലല്ലോ, വീട്ടിൽ പോയി വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് അത്. അപ്പോഴും അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വരും. അങ്ങനെ ഞാൻ MPhilന് എൻട്രൻസ് എഴുതി, അത് കിട്ടി. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ MPhilന് ജോയിൻ ചെയ്ത് ഒരാഴ്ച ക്ലാസ് കഴിഞ്ഞു. ഒരാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞ സമയത്താണ് എനിക്ക് ഇന്റർവ്യൂവിന്റെ കോള് വരുന്നത് ബാംഗ്ലൂരിൽ നിന്ന്, ഏട്രിന്ന്. അപ്പൊ ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ എന്റെ ലൈഫിലെ ആദ്യത്തെ ഇന്റർവ്യൂ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഇന്റർവ്യൂസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ, ചെറിയ വൈവയും കാര്യങ്ങളും അല്ലാതെ. അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4-5 പേരിങ്ങനെ ഒരു റൗണ്ട് ടേബിൾ പോലെ ഇരിക്കുക, ഓൺലൈനായിട്ടാ ഇന്റർവ്യൂ. അപ്പൊ ഞാനിങ്ങനെ ഇരിപ്പുണ്ട്. ഇതിങ്ങനെ ഒരാൾ ചോദിക്കുന്നു, ഇപ്പുറത്തുനിന്ന് ചോദിക്കുന്നു, അവിടുന്ന് ചോദിക്കുന്നു, വെടിക്കെട്ടും പുകയും പോലെ ചോദ്യങ്ങൾ. പക്ഷെ കുഴപ്പമില്ലാതെ അതങ്ങോട്ട് പോയി. എല്ലാം ഇൻസെക്ടിനെ പറ്റിയിട്ട് തന്നെയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും ആയിരുന്നു. അപ്പം അതൊക്കെ പോയി. ഇന്റർവ്യൂ കഴിഞ്ഞ ഒരു 1 hourനുള്ളിൽ തന്നെ എനിക്ക് സെലക്ഷൻ മെയിൽ വന്നു. അപ്പൊ പിന്നെ എനിക്ക് എന്തായാലും പോണം, ഇത് കിട്ടിയല്ലോ, ഇനി കിട്ടും എന്ന് വിചാരിച്ച ഒരു സാധനം അല്ലല്ലോ, അങ്ങനെ എപ്പോഴും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും അല്ല. പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് ബാംഗ്ലൂർ പോകാൻ വിടൂല. അതായത് അവർക്ക് അമ്മയ്ക്കല്ല കേട്ടോ, അമ്മ ഭയങ്കര സപ്പോർട്ടീവാണ്. അമ്മ റിസർച്ച് ചെയ്യണം എന്നുള്ള ആ ഒരു മൂഡിൽ തന്നെ ഉള്ളതാ. പക്ഷെ പൊതുവെ വീട്ടുകാർക്കൊരു താല്പര്യക്കുറവ്. അപ്പൊ ഞാൻ പോവാന്നും പറഞ്ഞിട്ട് ഞാൻ എന്റെ പെട്ടിയും കിടക്കി എടുത്ത് ഞാൻ പോയി. എന്നെ കൊണ്ടുവിടാനൊന്നും ആരും വന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ ബാംഗ്ലൂർക്ക് പോയി. അപ്പോ ബാംഗ്ലൂര്
എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ മടിവാളെ പോയി ചെന്നിട്ട് ഞാനിങ്ങനെ നിൽക്കാം, ഇനി എന്താ എന്നുള്ളത്. പക്ഷെ എന്റെ ചേട്ടൻ ആ സമയത്ത് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അവൻ ബാംഗ്ലൂരാ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അവൻ വന്നിട്ട് എന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുക ചെയ്തത്, ഏട്രിയിൽ. അങ്ങനെയാണ് ഞാൻ ഏട്രിയിൽ എത്തുന്നത്. ഇത് 2019 അങ്ങനെ ഞാൻ 2019 മുതൽ ഞാൻ ഏട്രിയിൽ വർക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഒരു പ്രൊജക്റ്റിലേക്കായിരുന്നു വേക്കൻസി വന്നതെന്ന്. അപ്പൊ ആ വേക്കൻസിയുടെ പേര് ഒരു ജൂനിയർ റിസർച്ച് ഫെല്ലോ എന്നാണ് ഈ വേക്കൻസിയുടെ പേര്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ജോയിൻ ചെയ്തു. ഈ പ്രൊജക്ട് എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ പ്രൊജക്ട് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുള്ള ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസിന്റെ ഇൻസെക്ട് ഈറ്റിംഗ് ഹാബിറ്റ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനായിട്ട് അവിടേക്ക് പോവാന്ന് വെച്ചാൽ എന്നെ വീട്ടിൽ നിന്ന് വിടൂല. അപ്പൊ എനിക്ക് അതും ഇൻസെക്ട്സിനെ പറ്റിയിട്ട് പഠിക്കാനും ഇത്രയും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യാനും ഇത്രയും നല്ലൊരു റീജിയൻ എക്സ്പ്ലോർ ചെയ്യാനും എല്ലാത്തിനും കൂടി കിട്ടുന്ന ചാൻസ് ആണല്ലോ ഇത്. അപ്പൊ എനിക്ക് വേറൊന്നും നോക്കാൻ ഉണ്ടായിട്ടില്ല. എംഫിൽ ഇട്ടിട്ട് പോരുമ്പോ എനിക്കൊന്നും ആലോചിക്കേണ്ടി പോലും വന്നിട്ടില്ല. ബിക്കോസ് എനിക്ക് ഈ എക്സ്പോഷർ ഭയങ്കര ആവശ്യമാണ്. ഈ ഫീൽഡിൽ നമ്മൾക്ക് വളരണം എന്നുണ്ടെങ്കിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എക്സ്പോഷർ വേണം. പിന്നെ എല്ലാവർക്കും ഇത് സെയിം ആയിരിക്കില്ല. എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് എന്തായാലും ആ ഒരു എക്സ്പോഷർ അത്യാവശ്യമാണ്. സോ അങ്ങനെ ഞാൻ പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്തു. അപ്പൊ ജോയിൻ ചെയ്യുമ്പോൾ ഈ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുള്ള കമ്മ്യൂണിറ്റീസ് കഴിക്കുന്ന ഇൻസെക്ട്സിനെ പറ്റിയിട്ട് എനിക്കതൊരു ഭയങ്കര പുതിയ അറിവായിരുന്നു. കാരണം എന്റെ അവിടെ ഒന്നും അങ്ങനെ ഇൻസെക്ട്സിനെ കഴിക്കുന്ന കമ്മ്യൂണിറ്റീസ് ഉണ്ടാവാം, നമ്മൾ ഇപ്പൊ എനിക്കറിയാം ഉണ്ട് എന്ന്. പക്ഷെ അന്ന് എനിക്ക് അങ്ങനെ അറിയണ്ടായിരുന്നില്ല. അപ്പം ഇൻസെക്ടിനൊക്കെ ആരെങ്കിലും കഴിക്കോ എന്നുള്ള മെന്റാലിറ്റിയോടെയാണ് ഞാൻ പോകുന്നത്. പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ലിറ്ററേച്ചർ വായിക്കുകയും അതേ പറ്റിയിട്ട് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രാക്ടീസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നും അതിന്റെ കൾച്ചറൽ സിഗ്നിഫിക്കൻസും ഒരു ഹ്യൂമൻ എവല്യൂഷനിൽ ഇൻസെക്ട് ഈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് എന്നല്ല, ഒരു പ്രാക്ടീസിന് ഉണ്ടായിരുന്ന സിഗ്നിഫിക്കൻസും ഒക്കെ മനസ്സിലാവുമ്പോൾ ഐ വാസ് ലൈക്ക്, മാൻ, ദിസ് ഈസ് സംതിങ്. അങ്ങനെ സോ ആ പ്രൊജക്റ്റിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ പോകാനുള്ള ചാൻസ് കിട്ടി. അപ്പൊ ഫീൽഡ് വർക്കിന് പോകുന്നതാണ് അത്. അതായത് നമ്മൾ അവിടെ പോയി അവിടെയുള്ള കമ്മ്യൂണിറ്റീസിന്റെ കൂടെ താമസിച്ച് അവർ ഇന്റർവ്യൂ ചെയ്ത് അവർ കഴിക്കുന്ന ഇൻസെക്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി. എന്നിട്ട് ഈ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ഇപ്പൊ നാഗാലാൻഡ് ഫോർ എക്സാമ്പിൾ, അവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അകത്തുള്ള ഡിസ്ട്രിക്ട്സിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരുപാട് വില്ലേജസ് ഉണ്ടാവും. ഒരു വില്ലേജിൽ ഒരു ഇൻഡിജിനസ് കമ്മ്യൂണിറ്റിയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പം ആ കമ്മ്യൂണിറ്റി ഒരു പ്രത്യേക ഡയലക്ട് ഓഫ് നാഗാമീസ് ഭാഷയാണ് സംസാരിക്കുക. അത് അവർക്കേ അറിയുണ്ടാവുള്ളൂ. നാഗമീസ് എന്ന് പറഞ്ഞ നാഗാമീസ് എന്ന് പറയുന്നത് കളക്റ്റീവ് ടേമാണ്. ഇപ്പൊ നമ്മൾ മലയാളം എന്ന് പറയുന്നത് പോലെ നമുക്ക്, പക്ഷെ മലയാളം എല്ലായിടത്തും കുറച്ച് സ്ലാങ് ഉണ്ടെങ്കിലും അത് മലയാളം തന്നെയാണ്. കണ്ണൂരിന് സ്ലാങ് ഉണ്ട്, ഇപ്പൊ എനിക്കൊരു ചെറിയ സ്ലാങ് ഉണ്ടാവും, അതുപോലെ കോട്ടയംകാർക്ക് സ്ലാങ് ഉണ്ടാവും, പക്ഷെ അത് മലയാളം തന്നെയല്ലേ. ഇവരുടേതെന്ന് പറയുമ്പോൾ ഈ ഭാഷ ഇപ്പൊ വേറൊരു വില്ലേജിൽ നിന്നല്ലേ വേറൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആൾക്ക് മനസ്സിലാവണം എന്ന് നിർബന്ധമില്ല. കുറച്ചൊക്കെ ചിലപ്പോൾ മനസ്സിലാവും, പക്ഷെ അതിൽ പിന്നെയും അത്രയും ഡിഫറെന്റ് ആയിട്ട് അത്രയും ഇവോൾവ് ആയിട്ടുള്ള ഒരു തരം ലൈഫ് സ്റ്റൈലാണ് അവരുടേത്. അപ്പൊ ഈ കമ്മ്യൂണിറ്റീസ് കഴിക്കുന്ന ഇൻസെക്ട്സും അത്രയും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇതിനെ ഡോക്യുമെന്റ് ചെയ്യാന്നുള്ളതായിരുന്നു എന്റെ ജോലി. എന്റെ ഒരു ടീം ഉണ്ട്, ഞാൻ മാത്രമല്ല, വേറെയും ആളുകൾ അതിലുണ്ടായിരുന്നു. അപ്പൊ ഇതിലിങ്ങനെ ഡിഫറെന്റ് തരം ഇൻസെക്ട്സിനെ കഴിക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ എല്ലാവരും കളക്റ്റീവായിട്ട് ഒരെണ്ണത്തിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഓരോരുത്തർക്കും ഓരോ ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട് കൊടുക്കുന്നതാണ്. ഇപ്പൊ ഇൻസെക്ടിന്റെ ഓർഗനൈസേഷൻ വെച്ചിട്ട് ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഇൻസെക്ട്സ്, അതായത് കൊളവി, തേനീച്ച, കടന്നല്, അങ്ങനെയുള്ള കുത്തുന്ന ജീവികളൊക്കെ വരുന്ന ആ ഗ്രൂപ്പിന് ഹൈമനോപ്റ്ററ എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ അതുപോലെ വേറെ വേറെ ഇൻസെക്ട്സിന്റെ ഗ്രൂപ്പ് ഉണ്ട്. കോലിയോപ്റ്ററ എന്ന് പറയുന്നതിലാണ് ബീറ്റിൽസ് ഒക്കെ വരിക, ഓർത്തോപ്റ്ററ എന്ന് പറയുന്നതിലാണ് നമ്മുടെ ഗ്രാസ് ഹോപ്പേഴ്സ് ഒക്കെ വരിക. അങ്ങനെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഉണ്ട്, അതിന്റെ സയന്റിഫിക് ടേം. അപ്പൊ ഹൈമനോപ്റ്ററ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം. അപ്പൊ ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പോൾ എന്റെ സാറിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എനിക്ക് ഈ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യാൻ, ഞാൻ ഈ ഗ്രൂപ്പിൽ വർക്ക് ചെയ്തോട്ടെ. അപ്പം ഭയങ്കരമായിട്ടുള്ള നല്ല മനുഷ്യനാ സാറ്. അപ്പൊ സാറ് ഞാൻ ചെയ്തു. അങ്ങനെ എനിക്ക് ആ ഗ്രൂപ്പ് തന്നു. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഗ്രൂപ്പിലും വർക്ക് ചെയ്യാൻ ഒരു ചാൻസ് എനിക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് ആ ഗ്രൂപ്പിൽ സ്പെഷ്യലൈസ് ചെയ്യാമെന്നുള്ളൊരു രീതിയിൽ അങ്ങനെയായിരുന്നു ഈ എൻറ്റമോളജിയിലെ റിസർച്ചും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയത്. അപ്പോ ഞാൻ ചെല്ലുമ്പോ എനിക്കിപ്പോ പറയുകയാണെങ്കിൽ ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആകെ അറിയുന്നത് ഇൻസെക്ട്സിനെ പറ്റിയിട്ടുള്ള, എൻറ്റമോളജിയിൽ PG ചെയ്യുമ്പോൾ നമ്മൾ ഇൻസെക്ട്സിനെ പറ്റിയിട്ട് ഇൻഡെപ്തിൽ പഠിക്കും. ഇൻസെക്ട്സിന്റെ മോർഫോളജി, അതിന്റെ ഫിസിയോളജി, അനാറ്റമി, അവരുടെ ബിഹേവിയർ, അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കും. സോ ആ നോളജ് ഉണ്ട്. പക്ഷെ പ്രാക്ടിക്കൽ നോളജ് എന്ന് പറയുന്നത് നമുക്ക് കുറവായിരിക്കും. അങ്ങനെ ഒരു ക്ലീൻ സ്ലേറ്റ് ആയിട്ടാണ് ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലുന്നത്. പക്ഷെ അവിടുന്ന് പഠിച്ച കാര്യങ്ങളാണ് എനിക്ക് ശരിക്കും റിസർച്ച് എന്താണെന്നും അല്ലെങ്കിൽ എങ്ങനെ ഒരു കൈൻഡ് ഓഫ് റിസർച്ച് കൈകാര്യം ചെയ്യണമെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിൽക്കുന്ന സമയത്താണ്. പിന്നെ എന്റെ ബോസ് ആയിട്ടുണ്ടായിരുന്ന സാറ് അവരും മലയാളിയാ.
അപ്പം ഏട്രിയിലെ തന്നെ ഒരു മലയാളി ലാബാണ് ഈ ഇൻസെക്ട് ലാബ് എന്ന് പറയുന്നത്. അതും വേറൊരു കാര്യമായിരുന്നു. അപ്പം മൂപ്പരുടെ വീട് കൊല്ലത്താണ്. അവിടെ തന്നെ വേറെ കണ്ണൂരുകാരിയായിട്ടുള്ള വേറെ ഒരു പോസ്റ്റ് ഡോക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ സീന എന്ന് പറയുന്ന വേറൊരു ആളുണ്ട്. അപ്പൊ അവിടെയും കുറച്ച് മലയാളികളൊക്കെ ഉള്ളത് കൊണ്ടും എനിക്ക് അത്യാവശ്യം, പിന്നെ ഏട്രി വളരെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ഭയങ്കര നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഭയങ്കര വർക്ക് എൻവയോൺമെന്റ് അടിപൊളിയായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സോ അതും ഗ്രോത്തിന് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ എൻതമോളജിയിലേക്ക് എത്തിപ്പെട്ടത്. വേറെ ഒരു കാര്യം കൂടി ശ്രോതാക്കൾ അറിയേണ്ടതുണ്ട്. ഫെമിക്ക് കിട്ടിയ സ്കോളർഷിപ്പ് തുക 1.25 കോടി രൂപയാണ്. ഇത് വരും തലമുറയെ എഞ്ചിനീയറിംഗ്, ഡോക്ടർ എന്നുള്ള ചട്ടക്കൂടിന് പുറത്തേക്ക് ചിന്തിക്കാൻ ഒരു പ്രചോദനമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ സ്കോളർഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഏതുതരം ഇൻസെക്റ്റിനെ കുറിച്ചാണ് ഗവേഷണം നടത്താൻ പോകുന്നത്? ഓക്കെ. സ്കോളർഷിപ്പിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഞാൻ ഏട്രിയില് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണ് ഞാൻ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഞാൻ നോർത്ത് ഈസ്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കിപ്പം ഇപ്പൊ എനിക്ക് ഹൈമനോപ്റ്ററ എന്ന് പറയുന്ന ഗ്രൂപ്പിന് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അതിൽ തന്നെ കുറെ ടൈപ്പ് ഓഫ് ഇൻസെക്ട്സ് ഉണ്ട്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ബയാസ് ഉണ്ടാവും, ഇതാണ് എന്റെ ഫേവറേറ്റ് ഇൻസെക്ട് എന്ന്. അപ്പം പണ്ട് ചെറുപ്പത്തിലെ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബീസിനെ ആയിരിക്കും ഇഷ്ടം. പക്ഷെ ഈ റിസർച്ച് ചെയ്ത് വന്ന ആ ഒരു ഗ്രോത്ത് പീരീഡിൽ എന്റെ ഇഷ്ടങ്ങൾ ചെറുതായിട്ട് മാറിയിട്ട് ബീസ് മെല്ലൻ അത് വാസ്പിലേക്ക് മാറി. വാസ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊളവി കടന്നല് ആ കാറ്റഗറി. അപ്പം അവരെയാണ് കുറച്ചും കൂടി എനിക്ക് അവരുടെ ബിഹേവിയറും അവരെ കാണാൻ എനിക്ക് ഭയങ്കര ഭംഗിയൊക്കെ തോന്നാൻ തുടങ്ങി. എന്താണ് അവര് തമ്മിലുള്ള ഒരു വ്യത്യാസം? വ്യത്യാസം എന്ന് വെച്ചാൽ മൊത്തത്തില് രണ്ടും സോഷ്യൽ ഇൻസെക്ട്സ് ആണ്. ഇതുപോലെ കൂട്ടമായിട്ട് ജീവിക്കുന്നവരും കാര്യങ്ങളൊക്കെയാണ്. ബീസിന്റെ എക്കോളജിക്കൽ റോള് കൂടുതലായിട്ടും പോളിനേഷനും അങ്ങനെയുള്ള രീതിയിൽ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ, കൊളവികളുടെ എക്കോളജിക്കൽ റോൾ എന്ന് പറയുന്നത് പ്രിഡേഷൻ ആണ്. അതായത് അവരാണ് ബാക്കിയുള്ള പെസ്റ്റുകളെയും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഈ ബീസിനെയും എല്ലാത്തിനെയും അവർ പിടിച്ച് പ്രിഡേറ്റ് ചെയ്യും. ഈ പ്രിഡേഷന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ ഈ പ്രിഡേഷൻ ഈ നാച്ചുറൽ കൺട്രോൾ ആണത്. ഈ പ്രിഡേഷൻ ഇല്ലെങ്കിൽ ഇവിടെ ഒരു ബാലൻസ് ഉണ്ടാവത്തില്ല. ആ ബാലൻസ് ഇല്ലാതെ ഇവിടെ എത്രത്തോളം ബീസ് കിടന്ന് പോളിനേറ്റ് ചെയ്താലും നമുക്ക് ഈ ബീസ് പോളിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോളിനേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന ഇപ്പൊ ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും നശിപ്പിക്കാൻ ആവശ്യത്തിലധികം പെസ്റ്റ് അവിടെ ഉണ്ടാവും. ഈ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇവിടെ ഈ വാസ്പ് വേണം. വാസ്പിനെ പോലെയുള്ള പല ഓർഗാനിസംസ് ഉണ്ട്, പക്ഷെ വാസ്പ്സ് അവിടെ ഒരു മേജർ കാറ്റഗറിയാണ്. നാച്ചുറൽ കൺട്രോളും ബാലൻസ് ഓഫ് ദി ഇക്കോസിസ്റ്റം അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ. സോ എനിക്കപ്പം ഒരു വാസ്പിനോട് ഒരു ചെറുതല്ല, അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ഒരു ചായ്വ് ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണ് വാസ്പിൽ ഫോക്കസ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. പിന്നെ നാഗാലാൻഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മുടെ നാട്ടില് വെസ്പ ട്രോപ്പിക്ക എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഉണ്ട്. അതായത് എന്റെ വീട്ടിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന വളരെ ഇതായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്പീഷീസ്. എന്താണ് അതിന്റെ നാടൻ പേര്? ആനക്കൊളവി എന്നൊക്കെ പറയും അതിനെ. എന്റെ വീട്ടിലൊക്കെ ആളുകൾ ആനക്കൊളവി എന്ന് പറഞ്ഞ് കാണുമ്പോഴേ അടിച്ചു കൊല്ലുന്ന ഒരു സാധനമാണ് അത്. അപ്പൊ അതിനെ കണ്ട അപ്പൊ കൊല്ലണം എന്നാണ് നമ്മളെ ചെറുപ്പത്തിൽ പഠിപ്പിക്കുക. അതായത് അത് കുത്തിയിട്ടുണ്ടെങ്കിൽ ഈ തേനീച്ച ഒരു തവണ കുത്തിയാൽ അതിന്റെ സ്റ്റിംഗ് ഗ്ലാൻഡ് അങ്ങ് പൊട്ടിപ്പോകും, അതോടെ അത് മരിച്ചു പോകും. പക്ഷെ കൊളവിക്ക് അങ്ങനല്ല, കൊളവിക്ക് പല തവണ കുത്താൻ പറ്റും. അപ്പൊ ഇതിനെ കണ്ട അപ്പൊ തന്നെ കൊന്നു കളഞ്ഞേക്കും, പിന്നെ കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട എന്നുള്ളൊരു ഇതാ. അപ്പൊ ആ സ്പീഷീസ് ഇന്ത്യയിൽ ശരിക്കും 15 ഉണ്ട് അതേപോലത്തെ. പക്ഷെ സൗത്ത് ഇന്ത്യയിൽ ആകെ 2 3 ഒക്കെ സൗത്ത് ഇന്ത്യയിലുള്ളൂ. 2 3 എന്ന് പറയുമ്പോൾ 2 3 ടൈപ്പ്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയില് ഇതിന്റെ ഈ പറയുന്ന 15 ഉണ്ട്. സോ ഈ കൊളവികളും ഈ പറയുന്ന ഇവിടെയുള്ള ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസ് വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു ഫുഡാണ്. ഞാനും കഴിച്ചു നോക്കിയിട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റാ. അപ്പോ അതിനെ അവര് ബോയിൽ ചെയ്യും ആദ്യം. എന്നിട്ട് അതിൽ അവിടെ കിട്ടുന്ന ഒരുതരം നേറ്റീവ് ഗാർലിക് ഒക്കെ ഉണ്ട്. അവരുടേതായ മുറ്റത്ത് ഇങ്ങനെ വളരുന്നുണ്ടാവും. നമ്മൾ കറിവേപ്പില പറിക്കുന്ന പോലെ അവർ ഈ നേറ്റീവ് ഗാർലിക് പറിച്ചിട്ട് വരും. എന്നിട്ട് അതിങ്ങനെ ഇടിച്ച് ചതച്ച് ഇതിനെ ബോയിൽ ചെയ്യുന്ന വെള്ളത്തിലേക്ക് ഇടും. അപ്പൊ ഈ ഫ്ലേവർ ഒക്കെ ഇതിന്റെ അകത്തേക്ക് കയറും. പിന്നെ ചില ആളുകള് കിങ് ചില്ലി എന്ന് പറയുന്ന ഒരു മുളകുണ്ട് അവിടെ. നമ്മുടെ കാന്താരി മുളകിന്റെ ഒക്കെ ഒരു 20-25 ടൈംസ് കൂടുതൽ എരിവുള്ള ഒരു സാധനമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും എരിവുള്ള മുളകിൽ 2ാമത് വരുന്നത് എങ്ങാണ്ടാണ് ഈ പറയുന്ന സാധനം, കിങ് ചില്ലി. നാഗ കിങ് ചില്ലി, ബൂത്ത് ജൊലോക്കിയ എന്നൊക്കെയാണ് അതിനെ പറയുക. അപ്പൊ അതും അവർ ഇടിച്ച് ചതച്ച് ഇതിലേക്ക് ഇടും. അപ്പൊ ഈ സ്പൈസ് ഒക്കെ ഇതിന്റെ അകത്തേക്ക് കയറും. ഇതിന്റെ അഡൾട്ടും ലാർവയും പ്യൂപ്പയും ഒക്കെ ഉണ്ടാവും. അത് കഴിയുമ്പോൾ ഇതിനെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യും. എന്നിട്ട് അവരിങ്ങനെ നമുക്കൊരു പ്ലേറ്റിൽ ഇങ്ങനെ ആക്കി തരും. നമ്മൾ ബീഫൊക്കെ റോസ്റ്റ് ചെയ്ത് തരുന്ന പോലെ നന്നായിട്ട് ഇങ്ങനെ എല്ലാം ഡ്രൈ ആയിട്ട്. അത് ഭയങ്കര ഒരു പ്രത്യേക ഒരു ടേസ്റ്റാ. അതായത് ഈ ചീസ് ഒക്കെ ഗ്രില്ല് ചെയ്തെടുക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റാ. പക്ഷെ അതിന്റെ ചീസ് ഗ്രില്ല് ചെയ്യൂലേ, ചീസ് ഗ്രില്ല് ചെയ്യുമ്പോൾ ടേസ്റ്റോ?
ഗ്രിൽഡ് ചീസിന്റെ ഒരു ടേസ്റ്റില്ല. അതായത് ചെറിയൊരു മധുരമുണ്ട്. ചെറിയൊരു പുളിയല്ല എന്നാലും അങ്ങനത്തെ ഒരു വികാരമുള്ള ഒരു സാധനമുണ്ട്. അടിപൊളി. പിന്നെ അതിലേക്ക് ഈ സ്പൈസും കൂടി കേറി കഴിയുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റാ. എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഞാൻ കഴിച്ചിട്ടുള്ള ഇൻസെക്ട്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇൻസെക്ട് ഈ പറയുന്ന വാസ്പാണ്. ഇഷ്ടപ്പെട്ട ഇൻസെക്റ്റിനെ തന്നെ കഴിക്കുകയും ചെയ്തു അല്ലേ? അതെ. ആദ്യം ഭയങ്കര മടിയായിരുന്നു. കാരണം നമ്മളിതൊന്നും ശീലിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഈ ഇൻസെക്റ്റിനെ എങ്ങനെ കഴിക്കാ? എന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. പക്ഷെ പിന്നെ നമ്മളൊരു കമ്മ്യൂണിറ്റിയുടെ കൂടെ നിൽക്കുമ്പോ അവരത്രയും ഇഷ്ടത്തോടെ, അവരത്രയും റെസ്പെക്റ്റോടെ കഴിക്കുന്ന ഒരു സാധനത്തിന് നമ്മള് വേണ്ടാന്ന് പറയാൻ പറ്റൂലാല്ലോ. അപ്പൊ ഞാൻ കഴിച്ചു തുടങ്ങി. കഴിച്ചു തുടങ്ങുമ്പോ എന്താ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ല. എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നത് എന്ന് വെച്ചാ എല്ലാ ഇൻസെക്റ്റും എനിക്ക് പറ്റിയിട്ടില്ലാട്ടോ. സിൽക്ക് വാം എല്ലാരും കഴിക്കുമ്പോ കൂടുതൽ ആളുകൾ കഴിച്ച് ട്രൈ ചെയ്യുന്നത് സിൽക്ക് വാം ആയിരിക്കും. കാരണം അത് എപ്പഴും അവൈലബിൾ ആണ്. പക്ഷെ സിൽക്ക് വാമിന്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടല്ല. അതിനെ കഴിച്ചു കഴിയുമ്പോ അത് നമ്മള് ച്യൂ ചെയ്യുമ്പം അതിന്റെ അകം കുറച്ച് എന്താ പറയാ ലിക്വിഡി ഇങ്ങനെ പശപശാന്നിരിക്കുന്ന ആ ഒരു ഫീലിംഗാ. സോ അത് എനക്കത്ര ബോധിച്ചിട്ടില്ല. എനിക്ക് ഇഷ്ടായില്ല. പക്ഷെ ഗ്രാസ് ഹോപ്പേഴ്സിനെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. അവർക്ക് ഗ്രാസ് ഹോപ്പേഴ്സിനെ ശരിക്കും റോസ്റ്റ് ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളീ ആൽമണ്ട് ഒക്കെ റോസ്റ്റ് ചെയ്യൂലേ? ആ ഒരു ഫ്ലേവർ ഇല്ലേ? ആ ഒരു ഫ്ലേവർ വരും. നല്ല ക്രിസ്പി ആയിരിക്കും. ശരിക്കും റോസ്റ്റഡ് ആൽമണ്ടിന്റെ പോലത്തെ ഒരു ഫ്ലേവറാ. പിന്നെ ക്രിക്കറ്റ്സ് എന്ന് പറയുന്ന ചീവീഡ് കാറ്റഗറീനെ ആണെങ്കിൽ അവരെ കുക്ക് ചെയ്യുമ്പോ ശരിക്കും പ്രോൺസിന്റെ മണാ വരിക. ഇവരെ കുക്ക് ചെയ്യുമ്പോ തന്നെ. നമ്മള് പ്രോൺസ് വരട്ടുമ്പോ ഒരു മണം വരൂലേ? ആ. ആ മണം ശരിക്കും സീ ഫുഡിന്റെ മണാണ് ക്രിക്കറ്റ്സിന്. ബിക്കോസ് ഞങ്ങടെ ലാബില് ഞങ്ങള് ക്രിക്കറ്റ്സിനെ റെയർ ചെയ്തിട്ടുണ്ട്. ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് തന്നെ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിനെ കുക്ക് ചെയ്തിട്ട് ഏട്രിയിൽ വലിയ വലിയ പരിപാടികൾ വരുമ്പം ഇതിനെ കുക്ക് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പം ആ കുക്കിംഗ് എന്റെ പരിപാടിയാ. സോ ഇതിന് നമ്മളിങ്ങനെ പല പല റെസിപ്പീസ് ഉണ്ടാവും. ചില്ലി ഗാർലിക് ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വെക്കും. അപ്പൊ ആളുകൾ അത് വല്ലാതെ എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു എക്സ്പീരിയൻസ് ആണല്ലോ ഇൻസെക്റ്റിനെ ട്രൈ ചെയ്യാന്നുള്ളത്. ട്രൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ. നമുക്ക് പറയാം എനിക്ക് ഉറപ്പാ ഞാൻ കഴിക്കൂല എന്ന് പറയാം. പക്ഷെ ഹാവ് യു ട്രൈഡ് ഇറ്റ്? ആ ഒരു സാധനം ഉണ്ടല്ലോ. ഇതിപ്പോ നമ്മളിപ്പോ പന്നിയൊക്കെ വരട്ടി തിന്നും. അത് പുറത്തുനിന്ന് ഒരാൾ ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ആള് നോക്കുമ്പോ അയാൾക്ക് ഇത്രയും അറപ്പ് തോന്നുന്ന ഒരു സാധനം വേറെ ഉണ്ടാവൂല. അല്ലേ? പക്ഷെ നമ്മള് പറയുമ്പോ എന്താ അടിപൊളിയല്ലേ? എന്ത് ടേസ്റ്റാന്നല്ലേ നമ്മള് പറയുള്ളൂ. സോ ആ പറഞ്ഞ പോലെ തന്നാണ് ഇൻസെക്റ്റിന്റെ കാര്യം. കഴിക്കാതെ നമുക്കറിയില്ലല്ലോ. അപ്പൊ അത് നല്ല രസമുള്ള ഒരു പരിപാടിയാണ്. ഭാവിയിൽ നമ്മൾ മിക്കവാറും ഈ പുഴുക്കളെ ആയിരിക്കും കഴിക്കുക എന്ന് ഞാൻ കുറെ കാലം മുമ്പ് സ്മിത്സോണിയൻ മാഗസിനിൽ വായിച്ചത് ഓർമ്മ വരുന്നു. അതായത് ബീഫിനും പോർക്കിനും കാർബൺ ഫുട് പ്രിന്റ് കൂടുതലാണ്. ഭാവിയിൽ ഇതിന് വളരെയധികം വില കൂടും. അതുകൊണ്ട് മനുഷ്യർക്ക് വില കുറഞ്ഞതും സസ്റ്റൈനബിളും ആയിട്ടുള്ള പ്രോട്ടീൻ സ്രോതസ് ഭാവിയിൽ പുഴുക്കളായിരിക്കും എന്നാണ് ഞാൻ വായിച്ചത്. എങ്ങനെയുണ്ട് ലണ്ടൻ ജീവിതം? ലണ്ടനിൽ നിന്ന് എത്ര ദൂരമുണ്ട് ഈ സ്ഥലം? ഞാനിപ്പോ താമസിക്കുന്ന സ്ഥലം ലണ്ടനിൽ നിന്ന് ഒരു ഹാഫ് ആൻ അവർ ഉണ്ട്. സെൻട്രൽ ലണ്ടനിൽ നിന്ന് UCL ന്ന്. UCLന്റെ തന്നെ ഒരു അക്കോമഡേഷനിലാണ് ഞാൻ താമസിക്കുന്നത്. അവർക്കിങ്ങനെ പരന്ന് കിടക്കാണല്ലോ അവരുടെ അക്കോമഡേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട്. അപ്പൊ അവര് തന്നെ അലോട്ട് ചെയ്ത ഒരു അക്കോമഡേഷനാ. സോ അവിടെയാണ് ഉള്ളത്. കുഴപ്പമില്ല. അത്യാവശ്യം നല്ല നല്ല രീതിയിൽ പോകുന്നുണ്ട്. എല്ലാരും പറഞ്ഞ പോലത്തെ വരുന്നതിന് മുമ്പ് നമുക്ക് പരിചയമുള്ള ആളുകളും ലണ്ടനിൽ ഉണ്ടായിട്ടുള്ള ആളുകളും കുറെ കാര്യങ്ങളൊക്കെ പറയുമല്ലോ. അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. വളരെ പ്ലസന്റ് ആണ്. എന്റെ ലാബ് ഭയങ്കര ഇൻക്ലൂസീവ് ആണ്. ഭയങ്കര നല്ല മനുഷ്യരാ. സോ ഞാൻ വർക്ക് ചെയ്യുന്ന പ്രൊഫസർ ഒരു ബ്രിട്ടീഷ് എന്റമോളജിസ്റ്റാ. സിറിയൻ സമന്നർ എന്ന് പറഞ്ഞിട്ട് വളരെ എക്സ്പീരിയൻസ് ഉള്ള വാസ്പിന്റെ ഗ്ലോബൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. പക്ഷെ അത്രയും ഹംബിൾ ആൻഡ് അത്രയും അപ്രോച്ചബിൾ ആയിട്ടുള്ള ആളുകൾ ലാബിലുള്ള ഇപ്പൊ എന്റെ ലാബില് യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ എന്ന് പറയുമ്പോൾ റിസർച്ചിന്റെ കാര്യത്തിൽ അത്യാവശ്യം മുമ്പോട്ടേക്ക് നിൽക്കുന്ന കട്ടിംഗ് എഡ്ജ് റിസർച്ച് ഫെസിലിറ്റീസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, എസ്പെഷ്യലി ബയോളജിക്കൽ റിസർച്ചിൽ. അപ്പം അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് അവർ നിൽക്കുന്നത്. പല റിസർച്ചുകളിലും ഇവരുടെ റിസർച്ചാണ് ഏറ്റവും അതിന് നമ്മളിപ്പോൾ മോഡലായിട്ട് എടുക്കുന്ന ആ കൈൻഡ് ഓഫ് ഫെസിലിറ്റീസ് ഉള്ളതും ആ കൈൻഡ് ഓഫ് റിസർച്ച് ഔട്ട്പുട്ട്സ് തരുന്ന ഒരു ലാബാണ്. അപ്പൊ ഇവിടെയുള്ള പല പ്രൊഫസർമാരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫീൽഡിൽ ഏറ്റവും മികച്ച ആളുകളായിട്ട് നിൽക്കുന്ന ഒരു എന്താ പറയാ അങ്ങനെ നിൽക്കുന്ന പ്രൊഫസേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. പക്ഷെ അത്രയും അപ്രോച്ചബിൾ ആയിട്ടുള്ള ആളുകൾ. നമുക്കിപ്പോ അവരോടൊന്ന് സംസാരിക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചുമ്മാ ഇപ്പൊ അവർ നടന്നു പോകുമ്പോൾ അവരെ കമന്റ് ചെയ്യണമെങ്കിൽ പോലും നമുക്കൊന്നും നമ്മൾ തിങ്ക് ചെയ്യേണ്ട ആവശ്യവും അങ്ങനെ ആ ഒരു ഇതില്ല. നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ബിഹേവ് ചെയ്യാം. അപ്പൊ ഇന്ത്യയിലൊക്കെ പ്രത്യേകിച്ച് കേരളത്തിൽ ജനിച്ച് വളർന്ന നമുക്ക് നമ്മുടെ പ്രൊഫസർമാരോട് എന്തെങ്കിലും പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കൂലോ. അപ്പം ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. അങ്ങനെ അല്ലാത്ത പ്രൊഫസേഴ്സും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വളരെ നല്ല പ്രൊഫസേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ളവരും ഉണ്ട്, ടു ബി വെരി ഓണസ്റ്റ്. ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ ഇവിടെ ആ ഒരു അപ്രോച്ചബിലിറ്റി ഭയങ്കര നല്ലതാണ്. അത്രയും നോളജബിൾ ആയിട്ടുള്ള മനുഷ്യരാ. കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഭയങ്കര
ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. സോ യാ ഇറ്റ്സ് വെരി ഗുഡ്. UCL ഭയങ്കര ഭയങ്കര നല്ലൊരു സെഷൻ ആയിട്ട് എനിക്ക് എന്നും തോന്നും. ഓ നല്ല കാര്യം നല്ല കാര്യം അങ്ങനെ തോന്നും. But പിന്നെ yeah. തണുപ്പൊക്കെ എങ്ങനെയുണ്ട്? മഞ്ഞ് പെയ്യാൻ തുടങ്ങിയോ? ഒരു ദിവസം മഞ്ഞ് പെയ്ത. എനിക്ക് മഞ്ഞ് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ മഞ്ഞ് കണ്ടിട്ടില്ല. കാര്യം നാഗാലാൻഡിൽ മഞ്ഞ് പെയ്യും. ഞാൻ അവിടെ ഒരുപാട് മാസങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷെ ഞാൻ ഉള്ളപ്പോൾ അവിടെ മഞ്ഞ് പെയ്തില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ മഞ്ഞ് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ബാക്കി മഞ്ഞ് കാണേണ്ട സ്ഥലങ്ങളിൽ പോവണം എന്നൊക്കെ പ്ലാൻ ചെയ്താലും അറിയാലോ നടക്കാറില്ല പ്ലാനുകളൊന്നും. സമയത്ത് ആരെയും കിട്ടൂല. അങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ടിട്ട്. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 2-3 ആഴ്ച മുമ്പാന്ന് തോന്നുന്നു. ആ ലണ്ടനിലെ ആദ്യത്തെ മഞ്ഞ് പെയ്ത ആ മഞ്ഞുണ്ടല്ലോ അത് ഞാൻ കണ്ടു. അതായിരുന്നു എന്റെ ആദ്യത്തെ മഞ്ഞ്. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കുറെ മഞ്ഞ് പിടിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും എന്റെ കയ്യിൽ വീണപ്പോഴത്തേക്ക് അത് അലുത്തുപോയി. ബട്ട് യാ ഇറ്റ് വാസ് ഗുഡ്. പിന്നെ ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമല്ല. ഞങ്ങളുടെ ഇവിടെ സ്ട്രാറ്റ്ഫോർഡിലൊന്നും മഞ്ഞ് ഇങ്ങനെ കെട്ടിക്കിടക്കൊന്നുമില്ല. താഴെ വീഴും അലുത്തു പോവും. ജസ്റ്റ് നമുക്ക് ഈ ആലിപ്പഴം വീഴുന്ന പോലെ കാണാം എന്ന് പറഞ്ഞ പോലെ അത്രയേ ഉള്ളൂ. ബട്ട് യാ ഇറ്റ് വാസ് ഗുഡ്. ആ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. പിന്നെ ആ ഒരു വീക്കിൽ തണുപ്പ് എനിക്ക് കുറച്ച് പ്രശ്നമായിരുന്നു. അതുവരെ ഇവിടെ വന്നപ്പോൾ ഞാൻ ബാംഗ്ലൂർ ആയിരുന്നല്ലോ. ബാംഗ്ലൂർ അത്യാവശ്യം ഇന്ത്യയിലെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് തണുപ്പ് ഉള്ള ഒരു സ്ഥലമാണല്ലോ. സോ ഞാൻ വന്ന സമയത്ത് ഇവിടെ 14-15 ഡിഗ്രി ഒക്കെ. അപ്പൊ എനിക്ക് ഒരു വിഷയമില്ല. ഞാൻ വെറുതെ ഒരു സ്വെറ്റ് ഷർട്ട് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കും. ഓ എന്ത് തണുപ്പൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെയാണ് തണുപ്പ് അങ്ങോട്ട് കയറി തുടങ്ങിയത്. സോ ഐ വാസ് ലൈക്ക് ഇത് ശരിയാവത്തില്ല. ഇനിയിപ്പോ ലെയർ ചെയ്യണം. കുറച്ച് തിക്കർ ജാക്കറ്റ്സ് വാങ്ങുകയും അങ്ങനെയൊക്കെ ചെയ്തു. അപ്പൊ തണുപ്പ് കയറിയ സമയത്ത് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ ശീലമായി. ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഈ കേരളത്തിന്റെ പ്രതിനിധി എന്താ പറയാ ആഗോളതലത്തിൽ ഇപ്പൊ കേരളത്തിന്റെ പ്രതിനിധി ആയിട്ട് ആണ് നിൽക്കുന്നത്. എന്ത് തോന്നുന്നു? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല അങ്ങനൊന്നുമില്ലപ്പാ. ഒരുപാട് പേര് ഇങ്ങനെ പോകുന്നുണ്ട്. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ നേരത്തെ പറഞ്ഞില്ലേ പൈസയാണ് മുഖ്യം എന്ന് പറഞ്ഞില്ലേ, ആ പറഞ്ഞ പോലെ. കാരണം എന്റെ ലാബില് ഇപ്പൊ ഞാൻ ഏട്രിയിലെ ഇൻസെക്ട് ലാബില് എനിക്ക് അവിടെ ഉണ്ടായിരുന്ന 3 ഫ്രണ്ട്സ്, എന്റെ അത്യാവശ്യം ക്ലോസ് ആയിട്ടുള്ള 3 ഫ്രണ്ട്സ്. ഒരെണ്ണം എന്ന് വെച്ചാൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഇവര് 3 പേരും US പോയി. അതായത് ഓരോ വർഷമായിട്ട് ഞാൻ കുറച്ചധികം കാലം ഏട്രിയിൽ ഉണ്ടായിരുന്നല്ലോ. എനിക്കങ്ങനെ പുറത്തു പോകാൻ പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു ടു ബി വെരി ഓണസ്റ്റ്. ബട്ട് യാ ഇവര് USA പല യൂണിവേഴ്സിറ്റീസിലായിട്ട്, യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറിഡയിൽ അശ്വജ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോയി. അശ്വജിന്റെ വീട് കോഴിക്കോടാ. അശ്വജ് പോകുന്ന 2022 അത് 2022 പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വപ്നൽ എന്ന് പറഞ്ഞിട്ട് ഒരു മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ലാബിൽ, അയാൾ പോയി. അത് കഴിഞ്ഞിട്ട് സ്നേഹ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ഇത് സ്നേഹ മലയാളിയാ, അശ്വജ് മലയാളിയാ. ഇവരൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അവര് പോകുന്നത് അവിടെ ഒരു പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്ത് PhD ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പൊ അവിടെയൊന്നും ഈ പറയുന്ന പോലെ ഒരു എന്താ പറയാ വലിയൊരു ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ ന്യൂസ് വന്ന് ഇടങ്ങേറാക്കുന്ന രീതിയിലേക്കൊന്നും ഇതായിട്ടില്ല. പക്ഷെ എന്റെ കേസ് ഇടങ്ങേറാക്കുന്ന വെച്ചാൽ അങ്ങനല്ല കേട്ടോ. ഇപ്പൊ എന്റെ കേസിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യത്തെ ന്യൂസ് പേപ്പറിൽ സ്കോളർഷിപ്പ് ആയതുകൊണ്ട് നമുക്കൊരു മണി അസോസിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അതിനോട്. അതിന്റെ മണി വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോ പ്രൊജക്ട് ആകുമ്പോൾ നമുക്ക് അങ്ങനെ മണി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് കോസ്റ്റ് അല്ലെ ഡയറക്റ്റ് എന്താ പറയാ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ. സോ അതുകൊണ്ടിട്ടായിരിക്കാം ഇവര് ഏത് ന്യൂസ് വന്നിട്ടുണ്ടെങ്കിലും അതിൽ ആദ്യം പറയാം 1.75 കോടി. ഞാൻ ഈശ്വര ഒന്ന് നിർത്തിക്കൂടെ എന്നൊക്കെ. ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യമാണ്, പൈസയാണ്. പക്ഷെ ഈ പൈസ റിസർച്ചിലേക്ക് വരുന്ന പൈസയാ, അല്ലാതെ എനിക്ക് എന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ കിട്ടുന്ന പൈസ അല്ലല്ലോ. റിസർച്ച് ചെയ്യാനാണ് നമുക്ക് ആ പൈസ തരുന്നത്. ഇപ്പൊ ഞാൻ നാഗാലാൻഡിൽ പോയിട്ട് അവിടെ താമസിച്ച് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്ന പൈസ അത്. അപ്പൊ എന്റെ റിസർച്ചിനും അതിന്റെ ട്രാവലിനും അതിന് വേണ്ട കെമിക്കൽസ് വാങ്ങാനും റിസർച്ചിന് അസിസ്റ്റൻസിനെ എടുക്കാനും ഇന്റേൺസിനെ എടുക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പൈസ പോവുക. അപ്പൊ പിന്നെ എന്റെ സ്റ്റൈപ്പൻഡ്. അപ്പൊ ആ രീതിയിൽ പിന്നെ യൂണിവേഴ്സിറ്റി എന്റെ ട്യൂഷൻ ഫീസും ഇവിടുത്തെ ട്യൂഷൻ ഫീസ് ഒക്കെ അറിയാലോ. സോ അതൊക്കെ യൂണിവേഴ്സിറ്റി കൊടുത്തോളും. ഇതെല്ലാം കൂടിയിട്ട് വരുന്ന എമൗണ്ട് ആണ് ഈ പറയുന്ന ആ ഒരു എമൗണ്ട്. അപ്പൊ കേൾക്കുമ്പോ ഭയങ്കര പൈസയാണെങ്കിലും ഇത് മുഴുവൻ നമുക്ക് കുടുംബത്തിലേക്ക് കൊണ്ടുപോകാൻ കിട്ടൂല. നന്നായി അത് ക്ലാരിഫൈ ചെയ്ത്. ചില ആൾക്കാർ കാശിന് വേണ്ടി മാത്രം ഒരു രംഗത്തിലേക്ക് വന്നിട്ട് ഒരു കാര്യമില്ല. മെയിൻ ആയിട്ട് വേണ്ടത് നമുക്ക് അതിനെ പറ്റിയുള്ള ആഗ്രഹം, ശരിക്കുള്ള റിയൽ ലവ്, സ്നേഹം ഉണ്ടെങ്കിലേ അതില് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഇത്രയും കാലം അതായത് ഒരു കാര്യം ചിന്തിക്കുക, ഇത്രയും കാലം ഈ രംഗത്ത് തന്നെ നിൽക്കാനുള്ള മെയിൻ എന്താ പറയാ പ്രചോദനം അതാണോ? അത് ഈ രംഗത്തിനോടുള്ള സ്നേഹം ആണോ? അത് മുമ്പോട്ട് പോകുന്നതും അത് തന്നെയാണോ? അതെ. അതായത് അതിനെ 2 രീതിയിൽ പറയാം. ഒന്നാമത്തെ കാര്യം, എനിക്ക് വേറൊന്നും എനിക്ക് പഠിക്കാൻ താല്പര്യമില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബയോളജിയും കെമിസ്ട്രിയും മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പൊ എനിക്ക് ബയോളജി എടുത്തു. ഇത് എടുക്കുമ്പോൾ എനിക്കറിയില്ല ഈ ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന് അതിന്റെ കറക്റ്റ് ഡെപ്തിൽ നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് മാത്സ് വേണം, നമുക്ക് ഫിസിക്സ് വേണം, നമുക്ക് കെമിസ്ട്രി വേണം, നമ്മൾ ഹിസ്റ്ററി പഠിക്കണം. ഇതെല്ലാം ഇതിൽ ആവശ്യമാണ്.
അപ്പൊ എല്ലാം കോംപ്ലിമെന്റ് ചെയ്ത് വരുന്ന ഒരു സബ്ജക്റ്റാണ് ശരിക്കും ബയോളജി എന്ന് പറയുന്നത്. ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷെ പഠിച്ചു വന്നപ്പോ ഓക്കെ, നമ്മൾ പഠിച്ചു. പിന്നെ മുമ്പോട്ടേക്ക് പോകുമ്പോൾ എനിക്കറിയുന്നത് ഇതാണല്ലോ. അതായത് എനിക്ക് വേറൊന്നും ചെയ്യാൻ എന്നെ കൊള്ളത്തില്ല. എനിക്ക് നേരാവണ്ണം ചെയ്യാൻ ആകെ അറിയുന്നത് എൻറ്റമോളജി റിസർച്ചാ. അതും ഇക്കോളജി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇൻസെക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള റിസർച്ച് ആണ് എനിക്ക് ചെയ്യാൻ അറിയുന്നത്. അപ്പൊ എനിക്ക് അറിയുന്ന കാര്യമല്ലേ ചെയ്തു പോവുക. അപ്പൊ ഞാൻ പറഞ്ഞാൽ എനിക്കിപ്പോ വേറെ സബ്ജക്ട്സ് ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ലാത്തതുകൊണ്ടും ഈ ഒരു സബ്ജക്ട് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് അകത്തുനിന്ന് ഒരു സന്തോഷം കിട്ടുന്നുള്ളൂ. നമ്മളിപ്പം ഏത് ജോലിയാണെങ്കിലും ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടണമല്ലോ. ഇപ്പൊ ഇൻസെക്ട്സിനെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് നല്ലൊരു സന്തോഷവും ആ ഒരു സമാധാനമുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. വേറെ ഇപ്പൊ ടീച്ചിങ് ഫീൽഡിലേക്ക് പോവാം. ഞാൻ JRF ക്ലിയർ ചെയ്തിട്ടുണ്ട്, JRFും നെറ്റും. പക്ഷെ ഈ പറയുന്ന പോലത്തെ ഒരു സമാധാനം, ഈ പറയുന്ന പോലത്തെ ഒരു സന്തോഷം ഫീലിംഗ് എനിക്ക് റിസർച്ച് നിന്നാ കിട്ടുന്നത്. ഐ ഫീൽ ലൈക്ക് ഐ ബിലോങ് ദെയർ കൈൻഡ് ഓഫ് ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് നന്നായിട്ട് കിട്ടുന്നത് എനിക്ക് റിസർച്ച് ഫീൽഡിൽ നിന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ റിസർച്ചിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം. വേറെ പരിപാടികളൊന്നും വേണ്ട. ഇത് നല്ല എനിക്ക് നല്ല സന്തോഷം സമാധാനം കിട്ടുന്നുണ്ട്. അപ്പം അതാണ് റിസർച്ചിൽ തന്നെ നിൽക്കുന്നതിന്റെ ഒരു മെയിൻ കാര്യം. ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. യുനോ ഇപ്പൊ പുതിയ ഇൻസെക്ട്സിനെ ഡിസ്ക്രൈബ് ചെയ്യാം. ഞാനിപ്പോ 2 ഇൻസെക്ടിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതായത് 2 ഇൻസെക്ട്സ് കംപ്ലീറ്റ്ലി ന്യൂ ടു സയൻസ്. അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ മരിച്ചു പോയാലും അവിടെ കിടക്കുന്ന കോൺട്രിബ്യൂഷൻ അല്ലേ. ഞാൻ കണ്ടുപിടിച്ച ഇൻസെക്ട് എന്റെ സ്വന്തം പേരിൽ, അതായത് അതിന്റെ കണ്ടുപിടിച്ച ഓതർ എന്നുള്ള രീതിയിൽ എന്റെ പേരിൽ വരുന്ന ഇൻസെക്ട് എന്നൊക്കെ പറയുന്നത് അത്രയും റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു ഫീൽ. 2 ഇൻസെക്ട് ഉണ്ട്. 2 ഇൻസെക്ട്. എന്താണ് പേര് അതിന്റെ? ആദ്യത്തെ ഇൻസെക്ട് ടീനിയോഗോണാലസ്. കുറച്ച് വളഞ്ഞ പേരാണ്, കാര്യമാക്കണ്ട. ടീനിയോഗോണാലസ് ദീപക്കി എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ആ ഇൻസെക്ടിനെ കളക്ട് ചെയ്ത ആള് ദീപക് ദേശ്പാണ്ഡെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറും ഒരു നേച്ചർ എന്തൂസിയാസ്റ്റ്. സോ അയാൾ കളക്ട് ചെയ്തതായതുകൊണ്ട് അയാളെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട് ദീപക്കി എന്ന് പേര് കൊടുത്തു. അടുത്ത ഇൻസെക്ട് എന്ന് പറയുന്നത് ഒരു പോട്ടർ വാസ്പ് ആണ്. അതിന് പേര് കൊടുത്തിട്ടുള്ളത് സ്യൂമിനസ് സിയാങ്ങൻസിസ് എന്നാണ്. അതിനെ അരുണാചൽ പ്രദേശിലെ സിയാങ് റിവറിന്റെ സിയാങ് വാലി എന്നാണ് അതിനെ കണ്ടുപിടിച്ചത്. അപ്പൊ അതിനെ ഒന്ന് ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട് സിയാങ്ങൻസിസ് എന്ന് അതിന് പേര് കൊടുത്തത്. അതൊരു പോട്ടർ വാസ്പ, വേട്ടവലി എന്നൊക്കെ പറയില്ലേ, അറിയോ? നമ്മുടെ ചാർജിങ് സോക്കറ്റിലൊക്കെ വന്നിട്ട് ഒരു കുഞ്ഞി മണ്ണ് കുഴച്ച് കൂടുണ്ടാക്കുന്ന ആ കാറ്റഗറിയിൽ വരുന്ന കൊളവിയ. അപ്പോ അതെ, ലോകത്തിൽ ഇതുവരെ അറിയില്ലാത്ത കംപ്ലീറ്റ്ലി ന്യൂ ടു സയൻസ് എന്ന് പറയുന്നത്. അതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര റിവാർഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആലോചിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമില്ലേ. എന്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പന് പിന്നെ ഇങ്ങനത്തെ വികാരങ്ങളൊന്നും കാര്യമായിട്ടില്ല. എന്തേലും കാണിക്കും, ആ മൂടാണ്. പക്ഷെ അതെ, എന്തേലൊക്കെ കാണിക്കട്ടെ, അങ്ങനത്തെ ഒരു ഇതേ ഉള്ളൂ. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് അതൊക്കെ കേൾക്കുമ്പോൾ. അതൊക്കെ ആ ഒരു ഇത്. അപ്പൊ അത്രയും റിവാർഡിംഗ് ആയിട്ടുള്ള വേറൊരു ഫീൽഡും ഞാൻ ആലോചിക്കുമ്പോൾ എന്റെ മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് തന്നെ ചെയ്താൽ മതി എന്നുള്ള തീരുമാനം എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരുപാട് ആലോചിക്കേണ്ടതൊന്നും വരുന്നില്ല. There is no other field which is rewarding enough. So why don't you continue in the same field? So അങ്ങനെ. എന്താ പറയാ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം നമ്മൾ ചെയ്യുമ്പോൾ അതൊരു ജോലിയായിട്ട് തോന്നൂല. അത് വീക്കെൻഡ്സ് തന്നെ ആവശ്യമുണ്ടോ എന്ന് ചിലപ്പോൾ തോന്നും, അല്ലെ? ശരിക്കും ആഗ്രഹമുള്ള സാധനം ചെയ്യുമ്പോൾ വീക്ക് ഡേയ്സ് മൺഡേ എഴുന്നേക്കാനുള്ള ഒരു എന്താ പറയാ എക്സ്ട്രാ എന്തൂസിയാസം. അതേ സമയത്ത് ഇഷ്ടമില്ലാത്ത ജോലിയാകുമ്പോൾ തിങ്കളാഴ്ച ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ കാര്യങ്ങൾ വേറെ ആയിരിക്കും. ഇപ്പോൾ റിസർച്ചിന്റെ ടോപ്പിക് എന്താണ് ഒന്ന് പറയാൻ പറ്റുമോ? സോ ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഏഷ്യൻ ജയന്റ് ഹോർണറ്റ്സ് എന്ന് പറയുന്ന ഒരു തരം കൊളവിയുണ്ട്. അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സോഷ്യൽ ഇൻസെക്റ്റാണ്. അതായത് കൂട്ടമായിട്ട് ജീവിക്കുന്ന ഇൻസെക്റ്റുകളുടെ കാറ്റഗറിയിൽ ഏറ്റവും വലിയ ഇത്രയൊക്കെ വലുപ്പം വരും. വലിയൊരു കൊളവിയ, ഒരു ആജാനുബാഹു സാധന. പിന്നെ വേറെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസെക്റ്റിന്റെ സ്റ്റിങ്ങുകളിൽ, കുത്തുന്ന ഇൻസെക്ട്സില് അവരുടെ ഈ കുത്തുന്ന ജീവികൾ ഏത് ജീവി എടുത്താലും അവരുടെ ഈ കുത്തിന്റെ വേദനന്റെ ഒരു പെയിൻ ഇൻഡെക്സ് ഉണ്ട്. സോ ആ പെയിൻ ഇൻഡെക്സിൽ തന്നെ അത്യാവശ്യം നല്ല റാങ്കിങ് വരുന്ന ഒരു കാറ്റഗറിയിലാണ് ഈ കൊളവി വരുന്നത്. അപ്പൊ ഇതിന്റെ കുത്തെന്ന് പറയുന്നത്, ഇതിന്റെ സ്റ്റിങ് ഭയങ്കര പെയിൻഫുള്ളാണ്. നമുക്കിങ്ങനെ ഫ്ലഷിൽ ആണി അടിക്കുന്ന പോലത്തെ അങ്ങനത്തെ പെയിനാ. ഭയങ്കര സഹിക്കാൻ പറ്റൂല. ഇപ്പൊ ആനക്കൊളവിയുടെ കുത്ത് കിട്ടിയവർക്ക് അറിയാം, നമ്മുടെ നാട്ടിലുള്ള ആനക്കൊളവിയുടെ കുത്ത് കിട്ടിയവർക്ക് അറിയാം. അതിന്റെയൊക്കെ ഒരു 20-30 ടൈംസ് കൂടുതലാണ് ഈ പറയുന്ന അതേ കാറ്റഗറിയിൽ വരുന്ന മൂപ്പറുടെ ഒരു ചേട്ടനായിട്ട് വരും. ബട്ട് അങ്ങനത്തെ ഒരു ജീവിയുണ്ട്. അപ്പം ഇതിനെയും ആളുകൾ കഴിക്കുന്നതാ. ഞാനും കഴിച്ചിട്ടുണ്ട്. നല്ല നല്ല ടേസ്റ്റാ. ഞാൻ നേരത്തെ പറഞ്ഞ ടേസ്റ്റ് ഇല്ലേ, അത് ഈ പുള്ളിയുടെ ചീസ്, ഗ്രിൽഡ് ചീസ്
ഒരു ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പൊ ആ ടേസ്റ്റ് പറഞ്ഞത് ഈ പറയുന്ന ഏഷ്യൻ ജയന്റ് ഹോർനെറ്റിന്റെ. അപ്പൊ ഈ പറയുന്ന ഹോർനെറ്റ്സിന്റെ ഈ ഒരു സ്പീഷീസിനെ മാത്രമല്ല, ഈ ഹോർനെറ്റ്സ് ഒക്കെ ജനറലി വെസ്പ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് വരിക. വെസ്പ നമ്മുടെ മറ്റേ സ്കൂട്ടറിന്റെ അതേ വെസ്പ, അതാ ഇതിന്റെ പേര് വരിക. സോ ആ വെസ്പ എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഇൻസെക്ട്സിന്റെ അതിന്റെ ഇക്കോളജിയും അതിന്റെ ബിഹേവിയറും അവരുടെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. ഇതിൽ ഡീറ്റെയിൽഡ് സ്റ്റഡി ശരിക്കും നടന്നിട്ടുള്ളത് ജാപ്പനീസ് ആയിട്ടുള്ള കുറച്ച് സയന്റിസ്റ്റുമാർ 1800s കുറെ ഇൻഡെപ്ത് ആയിട്ട് കുറച്ച് സ്റ്റഡി നടന്നിട്ടുണ്ട് ഈ പറയുന്ന ഗ്രൂപ്പിൽ. അത്രയും നാള് മുമ്പ്. പിന്നെ ഇടയ്ക്ക് 1-2 പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഗ്രൂപ്പിന്റെ പ്രശ്നം, ഇതിലെ മെജോറിറ്റി ഓഫ് ദ ആളുകളും അണ്ടർഗ്രൗണ്ട് നെസ്റ്റ് ആണ് ഉണ്ടാക്കുക. അതായത് മണ്ണിന്റെ അടിയിൽ സബ്ടെറേനിയൻ ആയിട്ടുള്ള നെസ്റ്റിംഗ് ബിഹേവിയർ കാണിക്കുന്നത്. ചിലര് മരത്തിലൊക്കെ കൂട് കൂട്ടുന്നവരുണ്ടാവും, പക്ഷെ കൂടുതലും ഇവർ സബ്ടെറേനിയൻ ഹാബിറ്റാറ്റ്സിലാണ് നെസ്റ്റ് ഉണ്ടാക്കുക. അപ്പൊ ഇവരെ സ്റ്റഡി ചെയ്യാനും അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇവരുടെ ബിഹേവിയർ, ഇവരുടെ ഹൈവിന്റെ അകത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അവരുടെ തന്നെ സിബ്ലിങ്സിനോടുള്ള ബിഹേവിയർ എങ്ങനെയാണ്, ഇവരുടെ ക്യൂൻ ബി എങ്ങനെയാണ് ഇവരെ മൊത്തത്തിൽ ഹാൻഡിൽ, ക്യൂൻ ബി അല്ല ക്യൂൻ വാസ്പ് ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ക്യൂൻ ഹോർനെറ്റ് എങ്ങനെയാണ് ഈ മൊത്തം ഹൈവിനെ ഡിസിപ്ലിൻ ചെയ്തിട്ട് നിർത്തുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനാണ് താല്പര്യം. അപ്പൊ അവരെ പറ്റിയിട്ട് ശരിക്കും ഏതൊരു ഗ്രൂപ്പ് ഓഫ് ഇൻസെക്റ്റിനെ പറ്റിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ഗ്രൂപ്പ് ഓഫ് ആനിമൽസിനെ പറ്റിയിട്ടാണെങ്കിലും അവരുടെ ബയോളജി, അവരുടെ ബിഹേവിയർ, അവരെങ്ങനെ അവരുടെ ഇക്കോസിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, അതായത് അവരാ നിൽക്കുന്ന സ്ഥലത്തുള്ള ബാക്കി ഉള്ള ആനിമൽസുമായിട്ടും ബാക്കിയുള്ള സാധനങ്ങളായിട്ടും എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്കൊരു ആനിമലിനെ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഓൾ ഓഫ് എ സഡൻ നമ്മളൊരു കുളവിയുടെ കൂടിന്റെ അടുത്തൂടെ നടന്നു എന്ന് വെച്ചിട്ട് അത് നമ്മൾ വന്ന് കുത്തൂല. കുത്തുന്ന ആളുകൾ പറയും, പക്ഷെ ഞാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പാണത്, അതുകൊണ്ട് എനിക്കറിയാം ആ കാര്യത്തെ പറ്റി. അപ്പം അവിടെ നമ്മൾ അവരെ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിയുമ്പോഴാണ് നമുക്ക് ഈ കുത്ത് കിട്ടുന്നത്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതായത് എങ്ങനെ ബിഹേവ് ചെയ്യണം. ഇപ്പം നമ്മൾ ആനകളുടെ അല്ലെ വലിയ വലിയ മാമൽസിന്റെ ഒക്കെ കാര്യത്തിൽ നമുക്ക് ആ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. കാരണം അവരൊക്കെ ഭയങ്കര കരിസ്മാറ്റിക് ആയിട്ടുള്ള ഗ്രൂപ്പുകളായതുകൊണ്ട് ആന, പുലി, കടുവ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഒരുപാട് റിസർച്ച് നടക്കും. റിസർച്ച് ചെയ്യാൻ ഒരുപാട് പൈസയും കൊടുക്കും. ഇൻസെക്ടിന്റെ റിസർച്ച് എന്നും പറഞ്ഞിട്ട് ഇതേ ടീമിന്റെ അടുത്ത് പൈസയ്ക്ക് പോകുമ്പോൾ ആരും പറയാം അതൊന്നും വേണ്ട. ആ ഒരു തിരിച്ചു വ്യത്യാസം നന്നായിട്ടുണ്ടല്ലോ, പൊതുവേ ഉള്ള ഒരു കാര്യമാണല്ലോ. ഇൻസെക്റ്റിൽ തന്നെ നമ്മുടെ തേനീച്ചയ്ക്ക് കുറച്ചുകൂടെ ഒരു വലിയ പൊസിഷൻ ഉണ്ട്. കാരണം തേനീച്ച നമുക്ക് എന്തെങ്കിലും തരും എന്നുള്ള ഒരു റിട്ടേൺ ഉണ്ടായതുകൊണ്ട് മാത്രം. അതെ, അത് ശരിക്കുണ്ട്. അതിപ്പം മൊത്തം ഒരു വർഷം ഇറങ്ങുന്ന പേപ്പേഴ്സ് എടുത്ത് നോക്ക്. തേനീച്ചയുടെ പേപ്പേഴ്സ് നോക്കാം, ബീസിന്റെ പേപ്പേഴ്സ് നോക്കാം, വാസ്പിന്റെ പേപ്പേഴ്സ് നോക്കാം. വാസ്പിനെ കുറ്റം പറയുന്ന പേപ്പേഴ്സ് ആയിരിക്കും കൂടുതൽ, അവരിൽ റിസർച്ച് നടത്തിയതിനേക്കാളും കൂടുതൽ. പക്ഷെ ബീസിനെ ഉണ്ടാവും ഇങ്ങനെ പുകഴ്ത്തുന്നു, ബീസിന്റെ ഇക്കോസിസ്റ്റം സർവീസസ് മോണിറ്റർ ചെയ്യുന്നു, ബീസിന്റെ അത് മോണിറ്റർ ചെയ്യുന്നു, ഇത് മോണിറ്റർ ചെയ്യുന്ന എന്നുള്ള രീതിയിൽ. അപ്പോ എന്താ പറയാ, ആ ഒരു തിരിച്ചു വ്യത്യാസം ഒരുപാടുണ്ട്. അതില്ലാത്ത കൂട്ടം ആളുകളുമുണ്ട്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന റിസർച്ച് ഗ്രൂപ്പിന് അതില്ല. അവരൊരു വാസ്പ് റിസർച്ച് ഗ്രൂപ്പാണ്. മൊത്തത്തിൽ ഒരു ലാബ് മുഴുവൻ വാസ്പിനെ റിസർച്ച് ചെയ്യുക. അതെന്ന് പറയുമ്പോൾ അമേസിങ്, ലൈക് ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് വാസ്പിനെ അവരിങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ പ്രൊഫസറിനെ ഷീസ് നോൺ ആസ് എ വാസ്പ് പ്രൊഫസർ. അത്രയും വാസ്പ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു സ്ത്രീ. അപ്പം അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. പക്ഷെ എല്ലായിടത്തും നമുക്ക് അങ്ങനെയുള്ള ആളുകൾ വരില്ല. അതിപ്പം ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സാറിനാണെങ്കിലും പ്രിയൻ നമ്മൂപ്പന്റെ പേര്, പ്രിയദർശനൻ ധർമ്മരാജൻ എന്ന ഫുൾ പേര്, ഭയങ്കര ഗുമ്മുള്ള പേരാ. അപ്പം സാറിനാണെങ്കിലും ഈ പറഞ്ഞ പോലെ വാസ്പിനെ അത്യാവശ്യം നല്ല താല്പര്യമായിരുന്നു. എന്നെ അതുകൊണ്ട് തന്നെ എന്റെ റിസർച്ചിൽ സാർ അത്യാവശ്യം നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യാൻ നന്നായിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് റിസർച്ച് ശരിക്കും. ആ വാസ്പിന്റെ ബിഹേവിയറും കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ ഈ പറയുന്ന ഗ്രൂപ്പ് ഓഫ് വാസ്പുകൾ, വെസ്പ സ്പീഷീസ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ് ഇവരുടെ നേറ്റീവ് ഹാബിറ്റാറ്റ് വരുന്നത്. പിന്നെ ഇപ്പൊ ഒരു ഇൻസെക്ടിന്റെ ഹാബിറ്റാറ്റ് എവിടെയാണ് എന്നൊക്കെ പറയുമ്പം അവർക്ക് നമ്മൾ പറയുന്ന പോലത്തെ ഇന്റർനാഷണൽ ബോർഡേഴ്സ് ഇല്ലല്ലോ. ആനിമൽസിനും അങ്ങനെ അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരുടെ ഹാബിറ്റാറ്റ് എന്ന് പറയുമ്പോൾ അതിങ്ങനെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പരന്നു കിടക്കുക. അപ്പൊ അതിൽ ഇന്ത്യ ഉണ്ട്, ചൈന ഉണ്ട്, ജപ്പാൻ ഉണ്ട്, കൊറിയ ഉണ്ട്, അതിങ്ങനെ കിടക്കുക. അപ്പൊ ഇന്ത്യയിൽ തന്നെ നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയാസ് ബെൽറ്റ് ഇല്ലേ, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഒക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നത്, ആ ബെൽറ്റിലാണ് നമ്മൾ ഇവരെ ഇന്ത്യയിൽ കാണുക. സോ അതുകൊണ്ടിട്ടാണ് എൻ്റെ വർക്ക് നോർത്ത് ഈസ്റ്റിൽ വെച്ചിട്ട് ഞാൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. കാരണം അവിടെയാണ് ഇവരുടെ കൂടുതൽ അവൈലബിലിറ്റി ഉള്ളത്. അപ്പൊ അവിടെ തന്നെ പിന്നെ എനിക്ക് ആ കമ്മ്യൂണിറ്റീസിന് പരിചയമുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ടാകുമ്പോൾ എനിക്ക് നന്നായിട്ട് റിസർച്ച് ചെയ്യാമല്ലോ. ഈ റിസർച്ചിന്റെ ഒരു phase 2 മിക്കവാറും ഞാൻ ചിലപ്പോൾ ചെയ്യുക ഒന്നെങ്കിൽ വിയറ്റ്നാം ആയിരിക്കും, അതല്ലെങ്കിൽ ജപ്പാൻ ആയിരിക്കും. കാരണം അവിടെയാണ് ഈ ഇൻസെക്ട്സിന്റെ മെയിൻ ആയിട്ടുള്ള, ഇപ്പൊ ഇന്ത്യ എന്ന് ഞാൻ പറയുന്ന പോലെ ഈ പറയുന്ന രാജ്യങ്ങളിൽ
അത്യാവശ്യം നന്നായിട്ടുള്ള പോപ്പുലേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ ലണ്ടൻ ആണെങ്കിലും റിസർച്ചിന് വേണ്ടി പല സ്ഥലങ്ങളിലോട്ട് യാത്ര ചെയ്യേണ്ട ചെയ്യും. അതെ 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 അതൊരു എക്സൈറ്റിംഗ്, ദാറ്റ് ഈസ് റിയലി അതെ. എക്സൈറ്റിംഗ്. അപ്പൊ കാരണം അതാണ് റിസർച്ചിന്റെ ബ്യൂട്ടി. യു ഗെറ്റ് ടു ട്രാവൽ, യു ഗെറ്റ് ടു ഡു തിങ്സ് ദാറ്റ് യു ലൈക്ക്, യുനോ. പോവാത്ത സ്ഥലത്തേക്ക് നമുക്ക് പോയി അവിടെ പോയി എക്സ്പ്ലോർ ചെയ്ത് അവിടെ റിസർച്ച് ചെയ്ത് നമ്മുടെ റിസർച്ച് ഫൈൻഡിങ്സ് കൊണ്ടുവരുന്നു. അപ്പം അതൊരു ഭയങ്കര രസമുള്ള കാര്യമല്ലേ നമുക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര രസമുള്ള. എങ്ങനെയിപ്പോ അല്ലാതെ എങ്ങനെയിപ്പോ ജീവിക്കണ്ടേ? ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് എനിക്ക് IT വർക്ക് ഒന്നും എനിക്ക് ആലോചിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ചെയ്യുന്നവരെ കുറ്റം പറയുന്നതല്ല. പക്ഷെ എന്നെ കൊണ്ട് പറ്റൂല. എനിക്ക് എപ്പോഴും ഫീൽഡ് വർക്ക് വേണം. ഫീൽഡിൽ പോയി അവിടെ കമന്ന് കിടന്ന് പണിയെടുക്കാനാണ് എനിക്ക് താല്പര്യം. അതാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ തരാ. പിന്നെ ഒരു ഫീൽഡ് വർക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോൾ യുൽ സിറ്റ് ആൻഡ് വർക്ക്. ആ കൊണ്ടുവന്ന സ്പെസിമെൻസിൽ വർക്ക് ചെയ്യുക, എന്നിട്ട് അടുത്ത ഫീൽഡ് വർക്കിന് പ്രിപ്പയർ ചെയ്ത് പോവുക. അങ്ങനെ ഫീൽഡ് വർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇൻസെക്ട് റിസർച്ചിന്റെ തന്നെ ഭയങ്കര രസമുള്ള ഒരു പാർട്ടാണ്. ഈ ഫീൽഡ് വർക്കിനിടയിൽ വേറെ എന്തെങ്കിലും രസകരമായ സംഭവം അല്ലെങ്കിൽ കണ്ണു തള്ളിപ്പിക്കുന്ന അനുഭവം പങ്കുവെക്കാനുണ്ടോ? സോ ഞാൻ ആദ്യമായിട്ട് നാഗാലാൻഡിൽ പോയപ്പോ അപ്പൊ എനിക്ക് അങ്ങനെ അറിയുന്നില്ല. ഞാൻ ഒറ്റയ്ക്കല്ല അത് പോയിട്ടുള്ളത്. എന്റെ കൂടെ ഞങ്ങളുടെ ഒരു ടീമുണ്ട്. ഞങ്ങൾ ശരിക്കും അവിടെ ഒരു വർക്ക്ഷോപ്പ് നടത്താൻ പോയതാ. എഡിബിൾ ഇൻസെക്റ്റിനെ പറ്റിയിട്ടുണ്ട്. അപ്പൊ പല കമ്മ്യൂണിറ്റിന്നുള്ള ആളുകൾ വരും. നമ്മളൊരു വർക്ക്ഷോപ്പ് ഓർഗനൈസ് ചെയ്യുന്നു. അവർക്ക് തന്നെ സ്പീക്കേഴ്സ് ആയിട്ട് സംസാരിക്കാനുള്ള അവസരവും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അവിടെ ഒരു കോഹിമ സയൻസ് കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജുമായിട്ട് കൊലാബറേറ്റ് ചെയ്തിട്ട് നടത്തിയ ഒരു പരിപാടിയാണ്. ഒരുപാട് ഈ പറയുന്ന പോലത്തെ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസിനുള്ള ആളുകൾ വരികയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ നമ്മുടെ വർക്കിനും ഒരു വിസിബിലിറ്റി കിട്ടൂലോ. അപ്പൊ നമ്മൾ ഈ കമ്മ്യൂണിറ്റീസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മളെ അപ്രോച്ചബിൾ ആവും. അതായത് നമുക്ക് കുറച്ചുകൂടി അവരുടെ അടുത്തേക്ക് പോകാനുള്ള ഒരു ഡോർ പോലെ ആക്ട് ചെയ്യൂല അങ്ങനെ. അപ്പം ആ വർക്കൊക്കെ നടന്നു. അതാണ് നാഗാലാൻഡിലത്തെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ നീലാകാശം പച്ചക്കടൽ സിനിമ ഇറങ്ങുന്നത്, ചുവന്ന ഭൂമി സിനിമ ഇറങ്ങുന്നത് ഞാൻ പ്രോവിഡൻസ് പഠിക്കുമ്പോഴാണ്. അപ്പൊ ഞാൻ പ്രോവിഡൻസിൽ ജോയിൻ ചെയ്തിട്ട് പ്രോവിഡൻസ് കോളേജിനെ പറ്റിയിട്ട് പഠിച്ചവർക്കും അതേ പറ്റിയിട്ട് അറിയുന്നവർക്കും അറിയാം. ആ കോളേജിന്റെ സൈഡിൽ ഒരു മതിലുണ്ട്. കമ്മീഷണർ ഓഫീസിന്റെ അടുത്തേക്ക് വരുന്ന ആ മതിൽ ചാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മതിലിന്റെ ഇടയ്ക്കൂടെ നടന്നു പോകുന്ന ഒരു സ്ഥലം പോലെ ഇമാജിൻ ചെയ്യുക. 2 മതില്, അതിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു കുഞ്ഞു വഴിയുണ്ട്, നടവഴിയുണ്ട്. സോ ഈ മതിൽ നമ്മൾ ചാടുകയാണെങ്കിൽ നമ്മൾ ഈ നടവഴിയിലേക്ക് ചാടുക. പക്ഷെ കമ്മീഷണർ ഓഫീസിന്റെ അവിടെ കമ്മീഷണറാണോ അസിസ്റ്റന്റ് കമ്മീഷണറാണോ എനിക്ക് ഓർമ്മയില്ല, അവിടെ എപ്പോഴും പോലീസ് 1-2 പേരുണ്ടാവും. അവർ കാണും പക്ഷെ നമ്മൾ ചാടുന്നത്. നമ്മൾ ഒരു വിധത്തിൽ വളരെ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ ഞാൻ പ്രൊവിഡൻസിൽ ജോയിൻ ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ട് മതിൽ ചാടി കാണാൻ പോയ സിനിമയാണ് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി. അപ്പൊ എന്റെ വീട്ടിൽ അങ്ങനെ സിനിമ കാണാനൊന്നും അധികം കൊണ്ടുപോകില്ലായിരുന്നു. കാരണം അപ്പന് പ്രായമായ പെൺപിള്ളേരെ തിയേറ്ററിൽ കൊണ്ടുപോയി ഇരുത്തി സിനിമ കാണുന്നതിനോട് താല്പര്യമില്ലാത്ത മനുഷ്യനാ. സോ വളരെ കോൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്പന. ഇപ്പൊ അങ്ങനെയൊന്നല്ല, നടക്കില്ല അതുകൊണ്ട്. പക്ഷെ പൊതുവെ അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ പോയി കണ്ട സിനിമയാണ് ഈ നീലാകാശം പച്ചക്കടൽ. ആ സിനിമയില് ശരിക്കും ഈ നോർത്ത് ഈസ്റ്റ് ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിലൊരു പാട്ടിലാണെന്ന് തോന്നുന്നു എവിടെയോ ഈ നാഗാലാൻഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ, അതായത് ഡിമാപ്പൂരിൽ നമ്മൾ ഇറങ്ങി, ഡിമാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എയർപോർട്ട് ഉള്ളത്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നാഗാലാൻഡിന്റെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് കോഹിമ എന്ന് പറയുന്ന സ്ഥലമാണ്. സോ ഡിമാപ്പൂരിൽ നിന്ന് കോഹിമയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ബൈ റോഡേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ ആ റോഡ് എപ്പോഴും ഇങ്ങനെ തകർന്നു കിടന്നുകൊണ്ടിരിക്കും. നമ്മള് ഇരിട്ടിന്ന് വയനാട്ടിലേക്ക് പോകുന്ന റോഡിന്റെ ഒരു അവസ്ഥയുണ്ട്. പാൽച്ചുരം എന്ന് പറയുന്ന ഒരു ചുരമുണ്ട്. ആ ചുരം വഴി പോകുന്ന റോഡിന്റെ പോലത്തെ ഒരു അവസ്ഥയാണ്. എപ്പോഴാ കല്ലുരുണ്ട് വരിക എന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ നന്നായി, ഒരു 10 കൊല്ലം മുമ്പ് ഇങ്ങനായിരുന്നു. അതേപോലെ അതിലും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ഡിമാപ്പൂർ ടു കോഹിമ ബൈ റോഡ്. ഒരു 6 മണിക്കൂറിന്റെ ബൈ റോഡ് പോകണം നമ്മള് കാറൊന്നുമല്ല, ഈ നല്ല പിക്കപ്പ് ഉള്ള കുറച്ച് വണ്ടികൾ, അതായത് നമ്മുടെ ബൊലറോയോ അങ്ങനെയുള്ള ഒരു നല്ല കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള എഞ്ചിനുള്ള ഏതെങ്കിലും വണ്ടികളാണ് നമ്മൾ ഹയർ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ പോവുക. അപ്പോൾ ഈ പോകുമ്പോൾ കുറച്ചങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വെൽക്കം ടു നാഗാലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് ഉണ്ട്. നാഗാലാൻഡിന്റെ മറ്റേ അമ്പും ആ ഒരു അവരുടെ സ്റ്റേറ്റ് സിംബൽ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബോർഡ് ഉണ്ട്. ഇത് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. എപ്പോഴോ മൂപ്പരിങ്ങനെ പോകുന്ന സമയത്ത് ഏതോ ഒരു പാട്ടിലാണെന്ന് എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതെനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ നാഗാലാൻഡ് ചെന്നിട്ട് ഞാൻ ഡിമാപ്പൂരിന്ന് കോഹിമയിലേക്ക് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അവിടെ റോഡ് പണി നടക്കുക. ഫുൾ പുകയാ. അതായത് നമ്മുടെ പുകയും പോട്ടെ, പൊടിയാ. നമ്മുടെ ഈ ഐലാഷസിലൊക്കെ ഇങ്ങനെ പൊടിയായിരിക്കും. അപ്പൊ ഒന്ന് ഇമാജിൻ ചെയ്യാം എന്തുമാത്രം പൊടിയാന്ന്. അങ്ങനെ ഇങ്ങനെ വെറുട്ട് പിടിച്ച് ഇങ്ങനെ ഇരുന്ന് പോവാ. അപ്പൊ പോകുമ്പോണ്ട് ഫുൾ പോലീസും കാര്യങ്ങളൊക്കെ, പോലീസല്ല പട്ടാളമാണ് നാഗാലാൻഡിന്റെ ഈ ഭാഗത്തൊക്കെ, ക്യാപിറ്റൽ സിറ്റി ഭാഗത്തൊക്കെ. അപ്പം ഇങ്ങനെ ആ ബോർഡ് കാണും, വെൽക്കം ടു നാഗാലാൻഡ് എന്ന് പറഞ്ഞിട്ടല്ലേ. അത് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര, അല്ലെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അതായത്
പണ്ട് കണ്ടു ഇങ്ങനൊക്കെയാണ് ഈ സ്ഥലങ്ങൾ എന്നൊക്കെ വിചാരിച്ച ഒരു സ്ഥലത്തേക്കാണല്ലോ ഞാൻ റിസർച്ച് ചെയ്യാൻ പോകുന്നത് ഒരു എക്സൈറ്റ്മെന്റ്. അന്ന് ആ സിനിമ കണ്ടപ്പോ വിചാരിച്ചായിരുന്നോ എപ്പോഴെങ്കിലും ഇവിടെ എത്തുമെന്നോ? അങ്ങനെ ഒന്നും ഓർത്തിട്ടില്ല. ഇല്ല. അന്ന് സിനിമ കാണുമ്പോ ഇതൊന്നും വിചാരിക്കാനും മാത്രം ഒരു ഇതൊന്നും അങ്ങനൊന്നും ആലോചിച്ചിട്ടില്ല. എപ്പോഴേലും പോകണം എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ലൈക്ക് കാണാൻ പോണം സ്ഥലം എന്നൊക്കെയുള്ള രീതിയിൽ. അല്ലാതെ ഇവിടെ ഞാൻ വന്ന് താമസിക്കും, ഇവിടുത്തെ കമ്മ്യൂണിറ്റീസിന്റെ കൂടെ ഞാൻ താമസിച്ച് റിസർച്ച് ചെയ്യുന്നൊന്നും വിചാരിച്ചിട്ടില്ല. സോ അത് എനിക്ക് ഭയങ്കര സന്തോഷം എന്നുള്ളതിനേക്കാളും ആ ഒരു ഇങ്ങനെ കോരിത്തിരിക്കുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടെ ചെന്ന് താമസിച്ചു, കമ്മ്യൂണിറ്റീസിനെ കണ്ടു, മിണ്ടി, അവരുടെ കൾച്ചേഴ്സും അവരുടെ വീടുകൾ. പിന്നെ ഏറ്റവും രസമുള്ള ഒരു കാര്യം, ഇപ്പൊ നമ്മൾ കമ്മ്യൂണിറ്റീസിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഓരോ വീട്ടിലും പോകും. അതായത് പൊതുവെ ആദ്യമൊക്കെ ഈ കമ്മ്യൂണിറ്റീസ് അത്രയ്ക്ക് റിസപ്റ്റീവ് അല്ല. അപ്പൊ ഞങ്ങൾ ടീമായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ തവണത്തെ കാര്യമാണ്, ടീമിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒരു ടീം എന്ത് ചെയ്യും, കമ്മ്യൂണിറ്റി ഫോറസ്റ്റിലേക്ക് പോയിട്ട് ഇൻസെക്ടിനെ കളക്ട് ചെയ്യാൻ പോകും. മറ്റേ ടീം എന്ത് ചെയ്യും, ഞാനുള്ള ടീം കമ്മ്യൂണിറ്റീസിനോട് സംസാരിക്കാൻ പോകും, ഇന്റർവ്യൂ എടുക്കാൻ അവരുടെ. അതൊരു ഭയങ്കര മെനക്കെട്ട പണിയാണ്. കാരണം ചില സമയത്ത് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്നുള്ളൊരു, എങ്ങനെ അവർ റിയാക്ട് ചെയ്യുക അതൊന്നും അറിയില്ലല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിൽ വെറുതെ വന്നിട്ട് എല്ലാ വീട്ടിലും ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് കയറി ചെന്ന് നോക്കിയിട്ടുണ്ട്. ചില വീട്ടിൽ നിന്നൊക്കെ ചേച്ചിമാരും ആന്റിമാരും ആട്ടി ഓടിക്കുന്ന പറയൂലേ, അതേപോലത്തെ തന്നെ സംഭവം. ചിലർ നന്നായി സ്വീകരിക്കും എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ ചെല്ലുന്നു. അപ്പൊ ഇങ്ങനെ സംസാരിച്ചു, നമ്മൾ എവിടുന്നാന്നൊക്കെ പറയൂലോ. അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ചു തുടങ്ങും. അപ്പൊ ഞാൻ കേരളത്തിൽ നിന്നാണ്, ക്രിസ്ത്യാനിയാണ്, ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടം കേൾക്കാൻ. അതെനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. കാരണം അത്രയും വലിയ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് പ്രത്യേക സ്നേഹമൊന്നും എനിക്ക് എവിടുന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഇവരിങ്ങനെ എന്താ സംഭവം എന്ന് വെച്ചാൽ, അവരുടെ ഓർമ്മയിലല്ല, അവരുടെ പിക്ചറിലുള്ള കേരളം എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ എന്താ പറയാ, പ്രിസ്റ്റീൻ ആയിട്ടുള്ള ഒരു സ്ഥലം. അപ്പൊ അവർക്ക് കേരളത്തിൽ നിന്നാണെന്ന് കേട്ടപ്പോ അവർക്ക് ഭയങ്കര ഇഷ്ടം, അവർക്ക് പോവാൻ താല്പര്യമുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞ പോലത്തെ ആ ഒരു ഇതിലുള്ളതാ കേരളം. അപ്പൊ അവർക്ക് വളരെ നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. പിന്നെ ചില സ്ഥലത്ത് ക്രിസ്ത്യാനിയാണെന്ന് കേട്ടപ്പോൾ ഒരു പ്രത്യേക പരിഗണനയൊക്കെ എനിക്ക് കിട്ടി. ഞാൻ ഭയങ്കര വിശ്വാസിയൊന്നുമല്ല, പക്ഷെ ആ ഒരു പരിഗണനയും കിട്ടിയിട്ടുണ്ട്. അതായത് അവർ ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട് അവിടെ, കുറച്ച് അത്യാവശ്യം നമ്പർ ഓഫ് ആളുകളുണ്ട്. അപ്പം അതും ഒരു നല്ല, അതെനിക്ക് സർപ്രൈസിങ് ആയിരുന്നു. കാരണം ഞാനത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല അങ്ങനെ. പിന്നെ 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 ആകുമ്പോ ഇവര് ഒരു കുഞ്ഞു വില്ലേജായി ഈ എന്ന് പറയുമ്പോ. അതായത് ഒരു 60 വീടുകൾ 70 വീടുകളൊക്കെ ഉള്ളൂ. അപ്പൊ 60-70 വീടുകൾ എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഒരു 200-300 പേര്. വേഗം വേർഡ് ഓഫ് മൗത്ത് വഴി ആളുകൾ ഇങ്ങനെ അറിയും, ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്നാണെന്ന്. അപ്പം ഭയങ്കര നല്ല റിസപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അത് കിട്ടാത്ത സ്ഥലങ്ങളും ഉണ്ട്. ഒരു പെർട്ടിക്കുലർ വില്ലേജിന്റെ പേര് ഞാൻ പറയുന്നില്ല, ബട്ട് ഞങ്ങൾ കയറി ചെല്ലുന്നു. അന്ന് അവിടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ നടക്കുക. അതായത് ഇവർക്ക് എനിക്ക് തോന്നുന്നു വർഷത്തിൽ ഒരു ദിവസം ഇവർക്ക് ഹണ്ട് ചെയ്യാനുള്ള പെർമിറ്റ് കൊടുക്കും. അപ്പൊ ഇവര് ഫോറസ്റ്റ് നിന്ന് കിട്ടുന്നതിനെ എല്ലാത്തിനെയും ഹണ്ട് ചെയ്തിട്ട് കൊണ്ടുവരും. ഇങ്ങനെ ഇവരുടെ ഒരു തോക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അപ്പൊ ആ സമയത്താണ് ഞങ്ങൾ കയറി ചെല്ലുന്നത്. എന്റെ കഴുത്തിൽ GPS-ഉം എന്റെ കൂടെയുള്ളവന്റെ കഴുത്തിൽ ക്യാമറയും വലിയ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ബാക്കി സാധനങ്ങളും എല്ലാം പൊക്കി പിടിച്ച് ചെല്ലുക. അപ്പൊ അവരെന്താ വിചാരിച്ചേ, ഇവര് ചെയ്യുന്നതെല്ലാം ഡോക്യുമെന്റ് ചെയ്തിട്ട് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത്. ഞങ്ങൾ സംസാരിക്കാൻ പോലും വിട്ടിട്ടില്ല. വിട്ടോ എന്നും പറഞ്ഞിട്ട് ആ കമ്മ്യൂണിറ്റി ഒന്ന് അജിറ്റേറ്റഡ് ആയിരുന്നു. അപ്പൊ എന്റെ കൂടെ എന്റെ ഫീൽഡ് പാർട്ട്ണർ ഉണ്ട്, തേജ എന്ന പേര്. ഈ പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളാ. അപ്പം തേജ വാസ് ലൈക്ക്, ഫെമി നിൽക്കണ്ട, വേഗം പോവാം, ലെറ്റ്സ് ഗോ ആസ് സൂൺ ആസ് വി ക്യാൻ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വേഗം, എത്രയും വേഗം. കാരണം എനിക്ക് ആ സിറ്റുവേഷന്റെ ഡെപ്തും അതിന്റെ ഒരു ഗ്രാവിറ്റി അപ്പം മനസ്സിലായിട്ടില്ല, ഇത് ഭയങ്കര പ്രശ്നമുള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന്. മന്ദത്തരം കാരണം ഞാനിങ്ങനെ അതിനിപ്പോ എന്താ, നമുക്ക് അവരോട് പറയാം എന്നുള്ള രീതിയിൽ നിൽക്കുക. അപ്പൊ തേജ വാസ് ലൈക്ക്, ഫെമി വി ഹാവ് ടു ഗോ ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ള രീതിയിൽ അവിടുന്ന് വേഗം എന്നിട്ട് ഞങ്ങൾ പോയി. അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. പക്ഷെ അതൊരു വൺസ് ഇൻ എ വൈൽ, അല്ലെ ഒരു തവണ മാത്രം ഉണ്ടായ ഒരു കാര്യം. അതർവൈസ് എല്ലാം ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ്. സോ യാ, നാഗാലാൻഡ് ഇസ് ഗുഡ്. നോർത്ത് ഈസ്റ്റ് ഇൻ ജനറൽ ഇസ് ഗുഡ്. മണിപ്പൂരിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. മണിപ്പൂരും ഈ പറഞ്ഞ പോലെ, മണിപ്പൂരിൽ പോകാൻ കുറെ പെർമിറ്റ്സും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. കാരണം എത്നിക് ക്ലാഷസ് ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പം നാഗാലാൻഡിലുള്ള ഒരു കഫേ, അപ്പം നമ്മള് അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ആളുകളോട് സംസാരിക്കണം, ജെന്യുവൻ ആയിട്ട് സംസാരിക്കണം. ഈ പറയുന്ന പോലെ ഞാൻ വലിയ റിസർച്ചറാണ് അതാണ് ഇതാണെന്നുള്ള ഇത് വെക്കാതെ വളരെ ജെന്യുവൻ ആയിട്ട് ആസ് എ ഹ്യൂമൻ ടു ഹ്യൂമൻ കോൺവെർസേഷൻ ചെയ്യാൻ പറ്റണം. സോ ഞാൻ ആ കഫേയിലുള്ള ആളോട് ഞാനിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയായിരുന്നു. ടേൺസ് ഔട്ട് അയാൾ മണിപ്പൂരിൽ നിന്നുള്ള ആളാ, അയാളുടെ ഫാമിലി മണിപ്പൂരാണത്രേ. അപ്പൊ ഞാൻ ചോദിച്ചു എന്നെ കൊണ്ടുപോകും. അപ്പൊ എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് ഈ ജസ്റ്റ് കുറച്ച് ഇൻസെക്ടിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ നിങ്ങളുടെ അവിടെ ഇതുണ്ടെങ്കിൽ എന്നെ അവിടെ കൊണ്ടുപോകാൻ പറ്റുമെന്ന്. അങ്ങനെ അയാള് എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മണിപ്പൂരിൽ നിന്ന്
ഇയാള് പിന്നെ ഇയാളെ കാണുന്നത് കണ്ടത് കോഹിമയിൽ വെച്ചിട്ട്. നാഗാലാൻഡ്. നാഗാലാൻഡിലെ ഒരു കഫേ, വളരെ ഫേമസ് ആയിട്ടുള്ള നാഗാലാൻഡത്തെ ഒരു കഫേയാണ് ഇയാളുടേത്. ഞാൻ അവിടെ എപ്പോഴും കാപ്പി കുടിക്കാൻ പോകുന്നതാ. അപ്പൊ ഇങ്ങനെ ചുമ്മാ സംസാരിച്ചപ്പോഴാണ് ഇയാളിത് പറയുന്നത്. എന്നിട്ട് ഇയാളുടെ ഫാമിലിയിൽ ഇയാളുടെ ബ്രദറിനോട് പറഞ്ഞ് മണിപ്പൂരിന്ന് സേനാപതി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റാണ് മണിപ്പൂരിന്റെ, അവിടുന്ന് വണ്ടി ഇങ്ങോട്ടേക്ക് വിടിപ്പിച്ചു. കാരണം നാഗാലാൻഡ് രജിസ്ട്രേഷൻ വണ്ടി ബൈ റോഡ് മണിപ്പൂരിലേക്ക് വിടൂല ആ സമയത്ത്. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം, മറ്റേ കുക്കി ട്രൈബിന്റെ പ്രശ്നം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. സോ നാഗാലാൻഡിൽ നിന്ന് വണ്ടി അങ്ങോട്ടേക്ക് പോണേ അത് മണിപ്പൂർ രജിസ്ട്രേഷൻ വണ്ടി തന്നെ ആയിരിക്കണം. അതായത് അവിടുന്ന് എന്തെങ്കിലും ആവശ്യത്തിന് വന്നിട്ട് തിരിച്ചു പോകുന്ന പോലെ. അങ്ങനെ അവർ വണ്ടി വെച്ചിട്ട് ആ വണ്ടിയിൽ ഞങ്ങൾ പോയി. അവിടെ കൊണ്ടുപോയി അയാളുടെ ആ വില്ലേജിൽ താമസിക്കാൻ ഞങ്ങൾക്കൊരു കുഞ്ഞി മണ്ണും കൊണ്ട് ഉണ്ടാക്കിയ പോലത്തെ ഒരു വീട്, ആ വീടൊക്കെ തന്നു. ഞങ്ങൾ അവിടെ താമസിച്ച്, ഞങ്ങൾ ഒരു രാത്രി അവിടെ താമസിച്ച് ഇൻസെക്റ്റിനെ പോയി പഠിച്ച് കളക്ട് ചെയ്യേണ്ടതൊക്കെ കളക്ട് ചെയ്ത് അവർ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാളെയൊക്കെ ആക്കി തന്ന് വളരെ നല്ല, അത്രയും നല്ല രീതിയിൽ നമ്മളോട് പെരുമാറുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടാ, നമ്മുടെ അടുത്തുനിന്ന് അവർക്കൊന്നും കിട്ടാനില്ലല്ലോ, നമുക്കല്ലേ അവരുടെ അടുത്തുനിന്ന് കിട്ടുന്നുള്ളൂ. അത്രയും നല്ല മനുഷ്യര് അവിടെയുള്ള മനുഷ്യർ അത്രയും നല്ലതാ. നമ്മൾ ജെന്യുവൻ ആയിട്ട് നിന്നാൽ മാത്രം മതി. സോ അതൊക്കെ എനിക്ക് ഭയങ്കര ഞാൻ ക്ലോസ് ടു ഹാർട്ട് ആയിട്ട് കരുതുന്ന കുറച്ച് കാര്യങ്ങളാ. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ ലാബ് ഒരുപാട് തവണ മണിപ്പൂർ പോവാൻ ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന ഒരു സംഭവമായിരുന്നു. പെർമിറ്റ്സും അല്ലെ പോവാൻ ഈ പറയുന്ന കുറെ പ്രശ്നങ്ങളൊക്കെ കാരണം. അപ്പൊ ആ പ്രാവശ്യം ഞങ്ങൾക്ക് അത് പറ്റി. ആൻഡ് എവറിഥിങ് സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് എ വെരി സിമ്പിൾ കോൺവെർസേഷൻ വിച്ച് ഐ ഹാഡ് വിത്ത് എ പേഴ്സൺ ഇൻ എ കഫേ. ആ കഫേ ഓണറുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ. സോ ജെന്യുവൻ ആയിട്ട് നിൽക്കുന്നതിന്റെ ഒരു കാര്യമായിട്ട് എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു സാധനമാണ്. ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ജെന്യുവൻ ആയിട്ട് നിൽക്കുന്നത്. ഫെമി നേരത്തെ പറഞ്ഞ മലയാള സിനിമയിൽ നാഗാലാൻഡിനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടം തോന്നിയതും, പിന്നെ നാഗാലാൻഡിലെ നാട്ടുകാരുടെ ഫെമിയോടുള്ള ഇഷ്ടം കേട്ടപ്പോൾ ഫെമിയും നാഗാലാൻഡും തമ്മിൽ ഒരു ഡിവൈൻ കണക്ഷൻ ഉള്ളതുപോലെ എനിക്ക് തോന്നി. അവരെങ്ങനെയാണ് കേരളത്തിനെ കുറിച്ച് അറിയുന്നത്? അവിടെ ആധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് നാഗാലാൻഡിലെ സെറ്റപ്പ്? സോ ഇപ്പൊ ഡിമാപൂർ, കോഹിമ എന്ന് പറയുന്നത് രണ്ടും സിറ്റി ഏരിയാസ് ആണ്. ഡിമാപൂർ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്, ഫുൾ ഇൻഡസ്ട്രിയലൈസ്ഡ് അങ്ങനത്തെ ഒരു സെറ്റപ്പ്. കോഹിമ എന്ന് പറയുമ്പോൾ മിക്സ് ഓഫ് ബോത്ത് ആണ്. ഇപ്പൊ കണ്ണൂർ ഡിസ്ട്രിക്ട് എന്ന് വിചാരിക്കും, കണ്ണൂർ എന്ന് പറയുമ്പോൾ കണ്ണൂർ ഏരിയ, ആ പ്രോപ്പർ സിറ്റി ഏരിയ നല്ല ഡെവലപ്ഡാ, അവിടെ എല്ലാം ഉണ്ട്. കം ടു ഇരിട്ടി, ലൈഫ് ഇസ് ഡിഫറെന്റ് യുനോ. പക്ഷെ നമുക്ക് വേണ്ട അമ്യൂണിറ്റീസ് ഒക്കെ അവിടെ ഉണ്ട്, എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട്. ഹോസ്പിറ്റൽ അടുത്തുണ്ടാവും, സ്കൂൾ അടുത്തുണ്ടാവും, അത് ഡിഫറെന്റ് സിലബസിലുള്ള സ്കൂളുകൾ ഉണ്ടാവും, എല്ലാ അമ്യൂണിറ്റീസ് ഉണ്ടെങ്കിലും പക്ഷെ ഇറ്റ്സ് സ്റ്റിൽ എ വില്ലേജ് ലൈഫ്. ഈ ഒരു കൈൻഡ് ഓഫ് ലൈഫാണ് നമുക്ക് കോഹിമയിൽ കിട്ടുക. ക്യാപിറ്റൽ സിറ്റി ആണ്, എല്ലാം ഉണ്ട്. മൂവ് ഇൻസൈഡ് ടു ദ വില്ലേജസ്, അവിടെ ഒരു വില്ലേജ് ലൈഫ് ഉണ്ട്. പിന്നെയും അകത്തേക്ക് പോവാം. അങ്ങനെ അകത്തേക്ക് പോകുമ്പോൾ നമ്മളിപ്പോ കണ്ണൂരിൽ നിന്ന് മേ ബി വയനാട്ടിലേക്ക് പോവാം. വയനാട് എന്ന് പറയുന്ന ഒരു കോർണർ ആണല്ലോ, അതായത് കേരളത്തിന്റെ ഒരു ബോർഡർ ഉള്ള പോലെ വിചാരിക്കാമല്ലോ. സോ അങ്ങനെ കുറച്ചും കൂടി അകത്തേക്ക് പോകുമ്പോൾ നമ്മൾ അമ്യൂണിറ്റീസ് എന്നൊക്കെ പിന്നെയും ദൂരേക്ക് പോവാം. അങ്ങനെ ഒരു ഡിസ്ട്രിക്ട് ഉണ്ട്, ഭേക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ ഭേക്ക് ഡിസ്ട്രിക്റ്റിലാണ് ശരിക്കുള്ള നാഗാലാൻഡിന്റെ കോർ വില്ലേജ് ലൈഫ് നമുക്ക് കാണാൻ പറ്റും. ഈ പറയുന്ന പോലത്തെ കമ്മ്യൂണിറ്റീസ് മാത്രമുള്ള ഒരു വില്ലേജ്, അടുത്ത കമ്മ്യൂണിറ്റി മാത്രമുള്ള വില്ലേജ്, അങ്ങനത്തെ ലൈഫ്. ആ വില്ലേജുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള, അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇങ്ങനത്തെ റൂഫുള്ള വീടുകള്, കുഞ്ഞി സിമ്പിൾ ആയിട്ടുള്ള വീടുകൾ, മണ്ണ് പാകിയ വീടുകളും കാര്യങ്ങളും, അല്ലെ മരമാണ് അവർ താഴെ ഇടുക. കാരണം തണുപ്പല്ലേ, അപ്പൊ തണുപ്പ് അഫക്ട് ചെയ്യാതിരിക്കാൻ മരം കൊണ്ടുണ്ടാക്കിയ വീടുകള്, അങ്ങനത്തെ ഒക്കെ. അതായത് ഭിത്തിയിലൊക്കെ മരം ഇങ്ങനെ വെച്ചിട്ടുള്ള അങ്ങനത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞു ഹട്ട് പോലത്തെ വീടുകളും കാര്യങ്ങളും ഒക്കെ. ഇവർക്ക് വെള്ളം, അതാണോ എൻ്റെ ഒരു എനിക്ക് ഭയങ്കര അതിശയമായിട്ട് ആദ്യത്തെ തവണ തോന്നിയത്. അതായത് ഇവരുടെ വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വില്ലേജില് ഒരു കോമൺ വാട്ടർ ടാങ്ക് ഉണ്ടാവും. ആ വാട്ടർ ടാങ്കിന് 2-3 ടാപ്പ് പോലത്തെ ഒരു പ്രിമിറ്റീവ് ടാപ്പിന്റെ വേർഷൻ പോലത്തെ ഒരു സെറ്റപ്പ്. എന്നിട്ട് അതിൽ നിന്നാണ് ഇവർക്ക് വേണ്ട വെള്ളം എടുക്കുക. ദാറ്റ് വാസ് റിയലി സർപ്രൈസിങ് ഫോർ മീ. കാരണം എൻ്റെ ഓർമ്മയിൽ പോലും അങ്ങനെ വെള്ളം എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല. അതായത് എൻ്റെ ഈ ജനറേഷൻ്റെയും മുമ്പത്തെ കാലത്താണ് നമ്മൾ അതൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ടാവുക. പക്ഷെ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈല. അപ്പൊ ഇവര് തമ്മിലുള്ള ഇന്ററാക്ഷൻസും കാര്യങ്ങളും ഒക്കെ അത്രയും സ്ട്രോങ് ആ. വെള്ളം എടുക്കാൻ പോകുമ്പോ അവര് എല്ലാരും ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് അവരങ്ങനെ എടുത്തിട്ട് പോകും. പണ്ടത്തെ കേരളം പോലെ ഒരുപാട് വർഷം മുമ്പത്തെ കേരളം, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പത്തെ കേരളം പോലെ. നമ്മള് ചാണകം പാകിയ തറയൊക്കെ ഉണ്ടായിരുന്ന നമുക്കൊരു സമയം ഉണ്ടല്ലോ. ഇപ്പൊ എന്റെ ഓർമ്മയിലെ തറകളൊക്കെ കൂടുതലും റെഡ് ഓക്സൈഡാ. അപ്പം പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടില്ല എന്നല്ല, പക്ഷെ ആ ഒരു കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈലാണ് അവിടെ. ആളുകൾ തമ്മിൽ വളരെയധികം ഇന്ററാക്ഷൻസ് ഉണ്ടാവും. അങ്ങനെ അവരെങ്ങനെയാണ് കേരളത്തിനെ കുറിച്ച് അറിയുന്നത്?
അവിടെ ആധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് നാഗാലാൻഡിലെ സെറ്റപ്പ്? ഫോണൊക്കെ എല്ലാവരുടെ അടുത്തും ഉണ്ട്. പിന്നെ റേഞ്ച് കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ കുറച്ച് മുകളിലേക്കൊക്കെ കയറി നിന്ന് റേഞ്ച് ഒപ്പിക്കേണ്ട സ്ഥലങ്ങളുണ്ട്. ഒട്ടും റേഞ്ച് കിട്ടാത്ത സ്ഥലങ്ങളുണ്ടാവും. ഫോറസ്റ്റിന്റെ അകത്തൊന്നും റേഞ്ച് ഉണ്ടാവില്ല. അപ്പോ പക്ഷെ വില്ലേജസിലാണെങ്കിൽ അത്യാവശ്യം റേഞ്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. വൈഫൈ അങ്ങനെ ഞാൻ അധികമായിട്ട് കണ്ടിട്ടില്ല. ബട്ട് അത്യാവശ്യം അമ്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ടി വി കാണുന്ന സ്വഭാവമൊന്നും ഇവർക്ക് അധികം ഇല്ല. അങ്ങനത്തെ ഇവരുടെ സമയം കൂടുതലും ഇവര് അവരുടെ കമ്മ്യൂണിറ്റി ഫോറസ്റ്റിൽ ചെലവഴിക്കും. ആളുകളോട് സംസാരിക്കും. പ്രായമായവരൊക്കെ വെയിൽ കായാൻ പുറത്തിറങ്ങിയിരിക്കും. അത് ഭയങ്കര രസമാണ് കാണാൻ. അപ്പൊ നമ്മൾ അവരോട് പോയിട്ട് സംസാരിച്ചാൽ, എനിക്ക് സംസാരിക്കണമെങ്കിൽ ട്രാൻസ്ലേറ്റർ വേണ്ടി വരും. ചിലർക്ക് ഹിന്ദി മനസ്സിലാവും. എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയാം. അപ്പൊ അങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റും. ചിലർക്ക് ഇംഗ്ലീഷ് മനസ്സിലാവും. അപ്പം അതും നമുക്ക് യൂസ് ചെയ്തിട്ട് അവരോട് സംസാരിക്കാൻ പറ്റും. അപ്പൊ അവരിങ്ങനെ ചിലർ പാട്ടൊക്കെ പാടിത്തരും ചുമ്മാ. നമുക്ക് മനസ്സിലാവില്ലെങ്കിലും നമുക്ക് കേട്ടിരിക്കാൻ നല്ലൊരു രസമുള്ള രീതിയിൽ അതൊക്കെ ഇങ്ങനെ ചെയ്തു തരാം. വിറ്റാമിൻ ഡി ആരോഗ്യത്തിന് ആവശ്യമുണ്ടെന്ന് അവിടുത്തെ പ്രായമുള്ളവർക്ക് അറിയാമല്ലോ. അതെ 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 അതെ. വെയില് കായാൻ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നുണ്ടാവും പുറത്തൊക്കെ. ഇവിടെ അമേരിക്കയിൽ പൊതുവെ വീടിന്റെ മുൻവശത്തുള്ള ലോണിൽ വീഡ്സ് വരാതിരിക്കാൻ ഒരുതരം രാസവസ്തു ഉപയോഗിക്കുന്നു. ലോണിന്റെ ലുക്കാണ് ഇവിടെ പ്രധാനം. ഈ പെസ്റ്റിസൈഡ് ഉപയോഗവും ക്ലൈമറ്റ് ചേഞ്ചും എല്ലാം എങ്ങനെയാണ് വാസ്പ് ബി എന്നുള്ള കൂട്ടരെ ബാധിക്കുന്നത്? സോ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത് അത് എല്ലാരെയും അഫക്ട് ചെയ്യും. എല്ലാരെയും എന്ന് പറയുമ്പോൾ വെറുതെ നമ്മുടെ മണ്ണിനകത്തുള്ള നമുക്ക് കാണാൻ പറ്റാത്ത സോയിൽ ആർത്രോപോഡ്സ് എന്ന് പറയുന്ന അത്രയും മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആനിമൽസിനെ മുതൽ നമ്മൾ ഈ കാണുന്നതും നമ്മൾ വെറുതെ ഇപ്പം മണ്ണിലുള്ള ഇപ്പം നമ്മുടെ കൃഷിയിടത്തുമൊക്കെ അടിക്കുന്ന പെസ്റ്റിസൈഡ് ആണെങ്കിൽ കടലിൽ കിടക്കുന്ന മീനിന്റെ അകത്ത് വരെ അത് എത്തും. ബയോ അക്യുമുലേറ്റ് ചെയ്ത് അങ്ങനെ ഇതാവും. അവിടെ വളരുന്ന ചെടികളിൽ അത് ബയോ അക്യുമുലേറ്റ് ചെയ്യാം. അത് കഴിക്കുന്ന നമ്മളിലേക്ക് അത് എത്താം. സോ ഇത് മൾട്ടിപ്പിൾ ലെവലിലാണ് എത്തുക. ഡയറക്റ്റ് നമുക്ക് ഇത് കിട്ടും. ഇത് അടിക്കുന്ന സമയത്തും അവിടെ ജീവിക്കുന്നവർക്കും അവിടെ വളരുന്ന ചെടികൾ കഴിക്കുന്നതിലൂടെ കിട്ടും. അവിടെ ആ പൂവില് വന്നിട്ട് പോളിനേറ്റ് ചെയ്യുന്ന ഹണിബീസ് ഉണ്ടാക്കുന്ന തേനിൽ അത് ഉണ്ടാവും. യുനോ അതിങ്ങനെ ഒരു തവണ നമ്മൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പെർസിസ്റ്റ് ചെയ്ത് കിടക്കുക. അത് എവിടെയും പോകുന്നില്ല. അപ്പോ ഇപ്പൊ തുടച്ചു മാറ്റിയാലോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കഴുകിയാലോ പോകുന്ന സാധനം അല്ല അത്. സോ അതിന്റെ എഫക്ട്സ് നമുക്ക് ശരിക്കും ഇതുവരെ ക്വാണ്ടിഫൈ ചെയ്യാനുള്ള ലെവലിലേക്കൊന്നും ഹ്യൂമൻസിന്റെ കപ്പാസിറ്റി പോലും എത്തിയിട്ടില്ല. വി ഡോണ്ട് ഈവൻ നോ വാട്ട് വി ആർ ഡൂയിങ്. അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് നമുക്ക് അറിയും കൂടി ഇല്ല എന്ന് പറയുന്നത് പോലെ. ഇത് പണ്ട് DDT ഒക്കെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എൻഡോസൾഫാൻ സ്പ്രേ ചെയ്യുന്ന സമയത്ത് വി ഡിഡ്ന്റ് നോ വാട്ട് ദി ഇംപ്ലിക്കേഷൻസ് വുഡ് ബി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവിടെ ഉണ്ടായ കുട്ടികളിലും അവിടെ ഉണ്ടായ മനുഷ്യരിലും പലതരത്തിലുള്ള അസുഖങ്ങളും അവർക്ക് മ്യൂട്ടേഷൻസും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ സിഗ്നിഫിക്കന്റ് എഫക്ട് പുറത്തു വന്നത്. ബട്ട് സ്റ്റിൽ അതിന്റെ എക്സാക്ട് ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിഫൈഡ് ആയിട്ടുള്ള അതിന്റെ ഇംപ്ലിക്കേഷൻസ് ഇതുവരെ ക്വാണ്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു റിയൽ റിപ്പോർട്ട്സ് ഒന്നും പുറത്തേക്കാരും വിട്ടിട്ടും കൂടിയില്ല. അത്രയും ഹൊറിഫിക് ആയിട്ടുള്ള റിയാലിറ്റീസ് ആണ് അതിന്റെ. ഇതൊക്കെ വിസിബിൾ എഫക്ട്സാ. ഇതിനേക്കാളും ഒക്കെ വിസിബിൾ ആയിട്ടുള്ള എഫക്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതിനേക്കാളും ഒക്കെ ടെറിബിൾ ആയിട്ടുള്ള എഫക്ട്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന പെസ്റ്റിസൈഡ്സും നമ്മൾ ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഉള്ളത്. പക്ഷെ അത് ക്വാണ്ടിഫൈ ചെയ്യാനുള്ള രീതിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. സോ വി ഡോണ്ട് എക്സാക്ട്ലി നോ വാട്ട് ദി ഇംപ്ലിക്കേഷൻസ് ആർ, ബട്ട് ഇറ്റ്സ് ഗോയിങ് ടു ബി ടെറിഫിക് ഫോർ ഷുവർ. അങ്ങനെ സോ ക്ലൈമറ്റ് ചേഞ്ച്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയിട്ടൊക്കെ എനിക്ക് തോന്നുന്നത് നമുക്ക് പൊതുവേ ഇൻ ജനറൽ നമ്മുടെ നാട്ടിലുള്ള മനുഷ്യർക്ക് അറിയുന്നത് ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയിട്ട് അറിയാം. കാരണം അതിന്റെ വിസിബിൾ എഫക്ട്സ് കേരളത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ വർഷവും. ഇങ്ങനെ ചൂടായി വരുന്നുണ്ട്. അപ്പൊ എന്റെ അമ്മ വരെ പറയും ആഗോളതാപനമാണ് എന്ന് പറയും. സോ അതവർക്ക് അറിയാം. പക്ഷെ എന്തുകൊണ്ടിട്ട് ഇത് വരുന്നു എന്നുള്ളതാണ് അവര് ഇപ്പം ഇൻ ജനറൽ അവർക്ക് കുറച്ചും കൂടി ഒരു അവയർനെസ്സോ അല്ലെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം വരുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ AC വെറുതെ ഓണാക്കി ഇടുന്നതാവാം, അല്ലെങ്കിൽ റൂം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ AC ഓഫ് ചെയ്താലും നമുക്ക് ഉറങ്ങാം. രാത്രി നേരം വെളുക്കുന്നവരെ AC ഓണായി കിടക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല ഉറങ്ങാൻ വേണ്ടിയിട്ട്. അല്ലെ നമുക്ക് 18 ബ്ലാസ്റ്റിലിട്ട് ഉറങ്ങുന്നവർ 16 ബ്ലാസ്റ്റിലിട്ട് ഉറങ്ങുന്നവരുണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് കൂട്ടി 26 ഇട്ടാലും നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാം. ചൂടൊന്നും എടുക്കത്തില്ല. സോ ഈ പറയുന്ന ഒരു ചെറിയ ചേഞ്ച് പോലും എത്രത്തോളം എഫക്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ആ ഒരു അവയർനെസ്സിലേക്ക് എത്തിയിട്ടുണ്ട്, അത് എല്ലാവരും ഫോളോ ചെയ്യാൻ തുടങ്ങി, ഇറ്റ് വിൽ മേക്ക് എ ബിഗ് ഡിഫറൻസ്. പക്ഷെ അതെല്ലാവരും ചെയ്യണം, അത്രയത്തിലേക്ക് നമ്മൾ എത്തണം. പക്ഷെ കേരളത്തിലെ മനുഷ്യർക്ക് അല്ല, ഇൻ ജനറൽ കേരളക്കാരെ കുറ്റം പറയുന്നു വേണ്ട, ബട്ട് ഇൻ ജനറൽ ആ ഒരു അവയർനെസ്സിലേക്ക് നമ്മൾ പൊതുവെ എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഇപ്പൊ ഇവിടെയൊക്കെയുള്ള പ്രൊഫസർമാര് അവര് ട്രാവൽ ചെയ്യുമ്പോൾ അവര് ഫ്ലൈറ്റിൽ പോകുന്നതിനേക്കാളും എവിടെയൊക്കെ ട്രെയിനിൽ പോകാൻ പറ്റും അവർ ട്രെയിനിൽ പോകും.
അവരുടെ കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ ഓരോ ഭക്ഷണം വാങ്ങുമ്പോൾ പോലും I've seen people check the carbon footprint, which is amazing, right? നമ്മുടെ നാട്ടിലുള്ള ഇതൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക്, ഏതുമാതിരി ആട്ട് കിട്ടും. എന്റെ ഒക്കെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഉറപ്പാ, നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ടെന്നേ പറയുള്ളൂ. സോ അവയർനെസ്സും അതേ പറ്റിയിട്ട് സോഷ്യൽ അവയർനെസ് തന്നെയാണ് അത്. അല്ലെങ്കിൽ എന്തിനാ മനുഷ്യർ ഈ പറയുന്ന കാർബൺ ഫുട് പ്രിന്റ് ഒക്കെ ചെക്ക് ചെയ്യുന്നത് ഒരു ഭക്ഷണം വാങ്ങുന്നതിന് മുമ്പ്? ഐ എം ഷുവർ USA ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങുമ്പോൾ അതിൽ അതിന്റെ കാർബൺ ഫുട് പ്രിന്റും കൂടി എഴുതിയിട്ടുണ്ടാവും. ഇല്ല, യൂറോപ്പിനെ വെച്ച് നോക്കുമ്പോൾ അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ കാർബൺ ഡയോക്സൈഡ് തള്ളിവിടുന്നത്. ഇവിടെ ഭൂരിഭാഗം ജനങ്ങളും എമിഷൻസിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് ആശങ്കാകുലരല്ല. എനിക്ക് തോന്നുന്നത് ഒരുമാതിരി വിവരമുള്ളവർക്ക് അവയർനെസ് ഉണ്ട്, പക്ഷെ അത് പ്രവർത്തനത്തിലാക്കുന്നില്ല എന്നതാണ് പ്രശ്നം. മനുഷ്യർ എപ്പോഴും എളുപ്പവഴി ഏതാണ് അതാണ് തിരഞ്ഞെടുക്കുന്നത്. നല്ല രീതിയിലുള്ള എളുപ്പവഴികൾ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും അടിപൊളി കണ്ടുപിടിത്തം. അപ്പൊ ഇവിടെയൊക്കെ അത് ഏത് സൂപ്പർ മാർക്കറ്റ്, ഇപ്പൊ വെറുതെ നമ്മൾ സെയിൻസ്ബറിയിലോ ലിഡിലോ ഒക്കെ പോയിട്ടുണ്ടെങ്കിലും അവിടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാൻഡ്വിച്ച് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അതിൽ അതിന്റെ കാർബൺ ഫുട് പ്രിന്റ് ചിലപ്പോൾ കാണിക്കലുണ്ട്. സെയിൻസ്ബറിയിലോ ലിഡിലാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഐ തിങ്ക് എന്റെ യൂണിവേഴ്സിറ്റിയിലുള്ള കഫേലാണെന്ന് തോന്നുന്നു, സെയിൻസ്ബറി ലിഡിലല്ലാന്ന് തോന്നുന്നു. ബട്ട് യാ, ഈ പറയുന്ന പോലത്തെ അതിന്റെ കാർബൺ ഫുട് പ്രിന്റും കൂടി കൊടുക്കുന്നുണ്ട്, വിച്ച് ഇസ് വെരി, നമുക്കൊരു ഒബ്വിയസ് ചോയ്സ് ആണ് അവർ തരുന്നത്. ഡു യു വോണ്ട് ടു ടേക്ക് എ ഫുഡ് വിച്ച് ഹസ് മോർ കാർബൺ ഫുട് പ്രിന്റ് ഓർ കുറച്ച് കുറവുള്ളത് എടുക്കണോ ഉള്ള രീതിയിൽ. സോ അങ്ങനത്തെ കുറെ ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. സോ അവെയർ ആവുക, അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് കാര്യം. പക്ഷെ എല്ലാരും അത് ചെയ്യണം എന്നില്ല. ബട്ട് ക്ലൈമറ്റ് ചേഞ്ച് ഇസ് റിയൽ. ബട്ട് ഇത്രയും അഭിമാനകരമായ ഒരു സ്കോളർഷിപ്പ് ലഭിച്ച ഗവേഷക എന്ന നിലയിൽ വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള രംഗത്തിലേക്ക് വരാൻ ആഗ്രഹമുള്ള യുവതലമുറയ്ക്ക് ഫെമിക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? ഫസ്റ്റ് തിങ് ഇസ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ്. ബിക്കോസ് ചില സമയത്ത് നമുക്ക് തോന്നും ഇതൊക്കെ പോസിബിൾ ആണോ, ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് തോന്നും. ബട്ട് ഇഫ് യു ബിലീവ് ഇൻ യുവർ സെൽഫ്, ഇഫ് യു ബീങ് കൺസിസ്റ്റന്റ് ഇൻ അച്ചീവിങ് വാട്ട് യു വാണ്ട്, അത് റെഡി ആവും. പിന്നെ സെക്കൻഡ് തിങ് ഇസ് പഠിക്കാൻ പോകുമ്പോൾ, +2 കഴിഞ്ഞിട്ട് പഠിക്കാൻ പോകുമ്പോൾ ഇഷ്ടമുള്ള സബ്ജക്ട് മാത്രം പഠിക്കാൻ പോവുക. വേറൊന്നും അവിടെ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്, നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന സബ്ജക്ട് ആണെങ്കിൽ നമ്മളത് പഠിക്കും. കാരണം അതിലേക്ക് നമുക്ക് നമ്മുടെ 100% കൊടുക്കാൻ പറ്റും. അപ്പൊ അതിൽ നമുക്ക് 100% കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് ആ സബ്ജക്റ്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പുറത്തേക്ക് വരാൻ പറ്റും. സോ അതില് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോവാൻ നമുക്ക് പറ്റും. സോ അതാണ് വേറെ ഒരു കാര്യം. ഞാൻ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. എന്നോട് അത് ചെയ്യരുതെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒന്നും കേട്ടിട്ടില്ല. സോ ഇഷ്ടമുള്ള സബ്ജക്ട് മാത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ, സുവോളജി എടുത്തിട്ടുണ്ട് ഒരു കാര്യമില്ല എന്ന് എല്ലാവരും ഞാൻ സുവോളജി എടുത്തപ്പോൾ പറഞ്ഞു. മാർക്കില്ലാത്ത പിള്ളേരാണ് സുവോളജി എടുക്കുന്നത്, ഇതൊക്കെ എന്തിനാ, നിനക്ക് ഫിസിക്സോ ഇംഗ്ലീഷ് ലിറ്ററേച്ചറോ എടുത്താൽ പോരെയെന്ന് എന്നോട് പറഞ്ഞ ടീച്ചേഴ്സ് വരെ ഉണ്ട്. എന്നെ അതായത് ഞങ്ങളുടെ നാട്ടിലുള്ള ബാക്കിയുള്ള ടീച്ചർമാരുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേരൊക്കെ. എന്റെ അമ്മയും അത് കേൾക്കാൻ നിന്നിട്ടില്ല, ഞാനും അത് കേൾക്കാൻ നിന്നിട്ടില്ല. അമ്മ നിനക്ക് ഇഷ്ടമുള്ളത് നീ പഠിച്ചാൽ മതി എന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ ഞാനത് പഠിച്ചതുകൊണ്ട് എനിക്ക് ലൈഫിൽ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. സോ യു ക്യാൻ റീച്ച് വേ യു വോണ്ട്, ആ ഒരു സാധനമാണ്. പിന്നെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു കാര്യവും കൂടിയിട്ടുണ്ട്. അതായത് ആ ഒരു ഇഫ് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടില്ല. അത് മനസ്സിലാക്കുന്നത് വരെ ആ ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഈ പറയുന്ന പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവൈലബിലിറ്റി, എല്ലാ റിസോഴ്സും അവർക്ക് അവൈലബിൾ ആണ്. എന്റെയൊക്കെ ചെറുപ്പത്തില് ഇന്റർനെറ്റ് പോലും അങ്ങനെ കഫേയിൽ പോയിട്ടാണ്, ഇന്റർനെറ്റ് കഫേസ് ഒക്കെ ഉള്ള സമയമാണല്ലോ, നമ്മൾ അവിടെ പോയിട്ടാണ് ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യുക. സോ നമുക്കുള്ള ഓപ്ഷൻസ് അത്രയും ലിമിറ്റഡാ. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഇന്റേൺഷിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെ പുറത്തുള്ള പ്രൊഫസർമാർക്ക് യു കെൻ ജസ്റ്റ് റൈറ്റ് ആൻ ഇമെയിൽ ആൻഡ് ആസ്ക് ദം, ഡു യു ഹാവ് എൻ ഇന്റേൺഷിപ്പ്, ഇതാണ് എന്റെ ഇൻട്രസ്റ്റുകൾ, സോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പിനോട് അലൈൻഡ് ആയിട്ടാണ് ഇത് വരുന്നത്, സോ ഡു യു തിങ്ക് ഐ കെൻ ജോയിൻ യുവർ ടീം, ബിക്കോസ് ഐ വുഡ് റിയലി ലവ് ടു ഡു ദാറ്റ്. അങ്ങനത്തെ കോൺവെർസേഷൻസ് നമുക്ക് ചെയ്യാം. പണ്ട് ആ ഒരു അവൈലബിലിറ്റി കുറവായിരുന്നു. സോ ഒരുപാട് എക്സ്പോഷർ ഉണ്ട്, അത് യൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമ്മൾ മലയാളികൾക്ക് ഒരു മടി ഉണ്ടാവും എന്ത് ചെയ്യുമ്പോഴും. അവരെന്താ വിചാരിക്കുക, അവരിനിയിപ്പോ ചോദിച്ചിട്ട് അവർ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എന്താക്കുക, ആ ഒരു സാധനം. എനിക്ക് അങ്ങനത്തെ നാണൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല, ഞാൻ ചോദിക്കും. സോ എനിക്കിപ്പോ ഇവിടെ കിട്ടിയതും ഞാൻ ആ പ്രൊഫസറിന് ഞാൻ ഇമെയിൽ ചെയ്ത് ചോദിച്ചതാ, നിങ്ങൾ ഹോസ്പിറ്റലല്ലേ വർക്ക് ചെയ്യുന്നത്, എനിക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, ഇതാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെയാണ് ഞാൻ വരുന്നത്, എനിക്ക് പണ്ട് മുതലേ ഹോസ്പിറ്റലിൽ പണിയെടുക്കണമെന്നേ ഉണ്ടായിട്ടുള്ളൂ, ഇങ്ങനെ ഒരു റിസർച്ച് ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് വല്ല വേക്കൻസി ഉണ്ടോ, ഇതാണ് അവരോട് ചോദിച്ചത്. അത് കേട്ട് അവര് റിപ്ലൈ ചെയ്തു നമുക്ക് വീഡിയോ ചാറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഗൂഗിൾ മീറ്റിൽ ഞങ്ങൾ സംസാരിക്കുന്നു. 1 hour സംസാരിച്ചു. ഷീ വാസ് ലൈക്ക്, ഐ എം റെഡി ടു ടേക്ക് യു, നമുക്കിനി ഫണ്ടിങ് ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം. അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടിങ് ഓപ്ഷൻസിൽ ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്ത് നോക്കുക, കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ കിട്ടിയ അടിപൊളിയാ, അങ്ങനെ പറഞ്ഞു. അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറൊരു പ്രൊജക്ട് എഴുതിയിട്ട് ആ പ്രൊജക്ട് വരുമ്പോൾ അതിൽ PhDക്ക് കയറാമെന്നുള്ള രീതിയായിരുന്നു എന്റെ പ്ലാൻ ബി.
സോ ഷീ വാസ് കംപ്ലീറ്റ്ലി കൺവിൻസ്ഡ് ദാറ്റ് ഐ എം ടേക്കിംഗ് ദിസ് സ്റ്റുഡന്റ്. അത് ഒരൊറ്റ ഇമെയിലാണ് അതിലേക്ക് എത്തിച്ചത് നോക്കണം. ആ ഇമെയിൽ അയക്കാൻ എനിക്ക് മടി ഉണ്ടായിരുന്നെങ്കിലോ അവിടേക്ക് എത്തില്ലല്ലോ. സോ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. യു നീഡ് ടു അപ്രോച്ച് ദ പീപ്പിൾ ദറ്റ് യു വോണ്ട് ടു വർക്ക് വിത്ത്, എസ്പെഷ്യലി പുറത്ത് പോയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളൂ. ഇപ്പൊ റിസർച്ചിലാണ്, ബാക്കി ഫീൽഡിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഇൻസെക്റ്റിലൊക്കെ റിസർച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഓരോ ഗ്രൂപ്പ് ഓഫ് ഇൻസെക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന പ്രൊഫസേഴ്സ് ഉണ്ട്, അവരെ കണ്ടുപിടിക്കുക. ഗൂഗിൾ സ്കോളർ എല്ലാ ഏരിയയിലും അത് തന്നെയാണ്. ഈ സെയിം ടെംപ്ലേറ്റ് അപ്ലൈ ചെയ്യാം. നമ്മുടെ ശരിക്കും ഇൻട്രസ്റ്റ് ഉള്ള എല്ലായിടത്തും ഇതുപോലെ ഒരു മെന്റർ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. മേ ബി ആദ്യത്തെ ആള് ചിലപ്പോൾ നോ പറയായിരിക്കും. 100 പേരോട് ചോദിക്കാം, അതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ പോരെ, ഒരെണ്ണം പോരെ. അതെ 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 അതെ. സോ ജെനുവിൻ ഇൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു വളരെ ഇതായിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഞാൻ പറഞ്ഞത് അത്രയും ജെനുവിൻ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതേ പറഞ്ഞിട്ടുള്ളൂ, ഇതൊക്കെ കണ്ടാണ് ഞാൻ വളർന്നത്. സോ എനിക്ക് എപ്പോഴും ഇതിനെ പഠിക്കണം എന്നായിരുന്നു താല്പര്യം. പിന്നെ ഞാൻ നോർത്ത് ഈസ്റ്റിലാണ് വർക്ക് ചെയ്തത്. അവിടെ ഞാൻ ഇങ്ങനെ വാസ്പിനെ ഇവർ യൂസ് ചെയ്യുന്നതും പഠിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. സോ എനിക്ക് അതേപ്പറ്റി കുറച്ചുകൂടി പഠിക്കാൻ താല്പര്യമുണ്ട്. നിങ്ങളുടെ വർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഓരോ പാരഗ്രാഫ് ഇമെയിലിന്റെ. നിങ്ങളുടെ വർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ വാസ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എല്ലാവരും ബീസിനെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നവർ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത് നിങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കും. ഇത്രയേ ഉള്ളൂ. അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അതിലിപ്പം വലിയ ആനയും കുതിരയും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. രണ്ട് കാര്യം ഇപ്പൊ ഫെമി വർത്താനം പറഞ്ഞപ്പോ എനിക്ക് തോന്നിയത് 2 കാര്യങ്ങൾ. ഒന്ന്, ആ ജെനുവിൻ, ഇപ്പൊ പറഞ്ഞ തന്നെ ജെനുവിൻ ഇൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്യുക. രണ്ടാമത്, ആദ്യം തന്നെ എന്താണ് ഇൻട്രസ്റ്റ് എന്നുള്ള മനസ്സിലാക്കുന്നതിനെ പറ്റി പറഞ്ഞല്ലോ. അതിനാണ് ഏറ്റവും കൂടുതൽ പലർക്കും സമയം എടുക്കുന്നത്. എന്താണ് ജെനുവിൻ ഇൻട്രസ്റ്റ്? ആ ഒരു സംഭവം മനസ്സിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ബാക്കിയെല്ലാം വളരെ സിമ്പിൾ അല്ല, എന്നാലും ബാക്കിയെല്ലാം പെട്ടെന്ന് ഇങ്ങനെ ക്ലാരിറ്റി, ഒരു ലെൻസ്, ഒരു കണ്ണാടി, കണ്ണ് കാണാത്ത ആള് കണ്ണാടി ആദ്യമായിട്ട് വെക്കുന്ന പോലെ ഇരിക്കും. യെസ്, അടിപൊളി. ഇനി എന്താണ് ഭാവി സ്വപ്നങ്ങൾ? അപ്പോ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ PhD തീർക്കുക വിചാരിക്കുന്ന രീതിയിൽ 3.5-4 വർഷം കൊണ്ടിട്ട് PhD തീർക്കണം. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഡോക്കും കൂടി ചെയ്യണമെന്നുണ്ട്. പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ PhD കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു സാധനം. സോ അതൊരു ജോലി പോലെ. സോ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ചെയ്യണമെന്നുണ്ട്. എഗെയിൻ ഇന്ത്യയിലെ ഏതെങ്കിലും കമ്മ്യൂണിറ്റീനെ തന്നെ ഫോക്കസ് ചെയ്തിട്ട്, മേ ബി അരുണാചൽ പ്രദേശ്, ബട്ട് യാ, അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതാണ് അക്കാഡമിക്കലി അല്ലെ റിസർച്ചിന്റെ ഒരു ഇതിൽ. ബിക്കോസ് എനിക്ക് എപ്പോഴും എൻ്റെ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസിന്റെ കൂടെ വർക്ക് ചെയ്യാനാണ് താല്പര്യം. ബിക്കോസ് നമുക്ക് ആവശ്യത്തിലധികം റിസോഴ്സസ് ഉണ്ട്. അതിൽ നമ്മൾ പണിയെടുത്തില്ലെങ്കിൽ പിന്നെ ആരെ പണിയെടുക്കാന്നുള്ള ആ ഒരു വേ ഓഫ് തിങ്കിങ് ആണ് എൻ്റെത്. അപ്പം ഇവിടുന്ന് ഫണ്ട് കിട്ടിയാൽ ഓക്കെ ഫൈൻ, ഈ ഫണ്ട് ഞാൻ അവിടെ കൊണ്ടുപോയി യൂസ് ചെയ്ത് പണിയെടുക്കും. അവർക്കും അതിൽ നിന്ന് എന്തെങ്കിലും ഉപകാരം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ. സോ ഭാവിയിലേക്കാണെങ്കിലും എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റീസിൽ, എൻ്റെ കമ്മ്യൂണിറ്റി എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസിൽ വർക്ക് ചെയ്യാനും ഇന്ത്യയുടെ ബയോറിസോഴ്സസിൽ വർക്ക് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. കാരണം നമ്മുടെ അത്രയും അബൻഡന്റ് ബയോറിസോഴ്സസ് ഉള്ള ഒരു കൺട്രിയും ഇല്ല. അത്രയും ബയോറിസോഴ്സസ് നമുക്കുണ്ട്. പക്ഷെ ഇതൊന്നും പ്രോപ്പർലി ഡോക്യുമെന്റഡ് അല്ല. അപ്പൊ നമുക്ക് റിസർച്ച് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ മരിക്കുന്നോടെ വരെ എനിക്ക് റിസർച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മളത് ജസ്റ്റ് കണ്ടുപിടിക്കണമെന്നേ ഉള്ളൂ. കണ്ണു തുറന്ന് നോക്കി കാണണം എന്നുള്ള രീതിയിൽ ആ ഒരു ഇതാണ്. സോ റിസർച്ച് വൈസ് അതാണ് മെയിൻ പ്ലാൻ. അക്കാഡമിക് ജോബ്സിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. പിന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നമുക്കറിയില്ല. ബട്ട് ആസ് ഓഫ് നോ അങ്ങനത്തെ പ്ലാൻസ് ഒന്നും ഇല്ല. സോ വളരെ ഫ്രീ ആയിട്ട് ലീവ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്. പിന്നെ വേറെ ഇപ്പം പേഴ്സണൽ ലൈഫിലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്ലാനിങ് ഒന്നും ഉള്ള ആളല്ല. സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. കല്യാണം പ്ലാനുകളൊന്നും ഇല്ല. എന്തോ കല്യാണം കഴിക്കാൻ താല്പര്യം തോന്നാറില്ല, അതുകൊണ്ടിട്ടാണ്. പിന്നെ ഇനിയിപ്പോൾ അഥവാ ഭാവിയിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം കഴിക്കാൻ മാത്രമേ ഉള്ളൂ. വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് എനിക്ക് അങ്ങനത്തെ പ്രഷറൊന്നും ഇല്ല. അവർ കൈവിട്ട കേസാണ്. അപ്പൊ പിന്നെ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഇനിയിപ്പോൾ ഇതാണെങ്കിൽ ഇത് എന്തെങ്കിലും ചെയ്യാന്നുള്ള രീതിയിൽ. ബട്ട് ദേ ഹാപ്പി ഇൻ വാട്ട് ഐ എം ഡൂയിങ്. സോ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെയുള്ള കാര്യം, എനിക്കൊരു നായക്കുട്ടി ഉണ്ട്. അതായത് ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അഡോപ്റ്റ് ചെയ്ത് വളർത്തിയത്. സോ അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, ഞാനുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ഇതുണ്ട്. സോ അത് എത്രയും പെട്ടെന്ന് നടക്കില്ല. ബിക്കോസ് എൻ്റെ വർക്ക് ഷെഡ്യൂൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടാണ്. ബിക്കോസ് അവനും കൂടി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ജെയ്സൺ എന്നാണ് അവൻ്റെ പേര്. സോ അവനെ കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യം കൂടിയിട്ടുണ്ട്. ബ്രീഡ് ഏതാ? ലാബ്രഡോർ ആണ്, വൈറ്റ് ലാബ്. അപ്പോൾ വാസ്പിന്റെ ജീവിതം ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണോ ജീവിതത്തിൽ മുൻപിൽ നിൽക്കുന്ന വലിയൊരു ലക്ഷ്യം? അതിനേക്കാളും കൂടുതൽ, അതായത് നമ്മളെല്ലാവരും വെറുക്കുന്ന ഒരു ഇൻസെക്ട് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുള്ള ചില ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ഡയറ്റിനും അവരുടെ ലൈവ്ലിഹുഡിനും. ഇതേ വാസ്പിനെ റെയർ ചെയ്തിട്ട് അവർ വിൽക്കുന്നുണ്ട്.
അവർക്ക് ബയോ റിസോഴ്സസ് ആയിട്ട്, അതായത് നമ്മൾ നമ്മുടെ വീട്ടിൽ മീൻ വിൽക്കുന്ന പോലെ അവർ ഈ വാസ്പിനെ വിൽക്കുന്നുണ്ട്. അതിനെ വാങ്ങാനും ആളുകളുണ്ട്. അത്രയും വലിയ 1 കിലോയ്ക്ക് 2000 രൂപയൊക്കെയാ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, അവർക്ക് അതുകൊണ്ട് കിട്ടുന്ന ഒരു ഇൻകം. വാസ്പിനെ പുറത്തറിയിക്കുന്നതിനേക്കാളും ഈ പറയുന്ന വാസ്പിനെ റെയർ ചെയ്യുന്നതും അവരെ കൺസ്യൂം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റീനെ കുറച്ചുകൂടി വിസിബിൾ ആക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. അതായത് ദീസ് കമ്മ്യൂണിറ്റീസ് അവരിങ്ങനെ ഭയങ്കര പുരാതന കമ്മ്യൂണിറ്റി ആയിട്ട് അറിയപ്പെടേണ്ട കാര്യങ്ങളല്ല. പല കാര്യത്തിലും അവർ നമ്മളെക്കാളൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. അവരുടെ നോളജ് ലെവൽ അത്രയും അഡ്വാൻസ്ഡ് ആണ്. അപ്പം നമുക്ക് ഇപ്പോഴും അറിയില്ലാത്ത പല കാര്യങ്ങളും അവർ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. ആസ് അവരുടെ ട്രഡീഷണൽ പ്രാക്ടീസസിലും കാര്യങ്ങളിലുമായിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഫോക്ക് മെഡിസിൻ ഭയങ്കര എഫക്റ്റീവാ. ഇതിനൊക്കെ സയന്റിഫിക് വാലിഡേഷൻ പല പ്രാക്ടീസസിനും ഇല്ല. കാരണം നമുക്ക് അറിയില്ല ഹൗ ഡു വി വാലിഡേറ്റ് ദിസ് എന്നുള്ള രീതിയിൽ. നമ്മുടെ ആയുർവേദം പോലെ. നമ്മുടെ ആയുർവേദം പോലെ കൈൻഡ് ഓഫ്. അപ്പം അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. സോ എനിക്ക് ആ കമ്മ്യൂണിറ്റീസിനോട് ഭയങ്കരമായിട്ടുള്ള റെസ്പെക്ട് ഉണ്ട്. സോ അവരുടെ പ്രാക്ടീസസിന് വിസിബിലിറ്റി കിട്ടുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ഗിവിംഗ് ബാക്ക് ടു എ കമ്മ്യൂണിറ്റി ഹു ഹസ് ഗിവൻ മീ എ ലോട്ട്. ആ രീതിയിൽ എനിക്ക് ഒരുപാട് റെസ്പെക്റ്റും എനിക്ക് ഒരുപാട് റെക്കഗ്നിഷനും തന്ന ഒരു കമ്മ്യൂണിറ്റി അത്. ആൻഡ് ദാറ്റ് ടു വെൻ അറ്റ് എ ടൈം വെൻ ഐ ഡോണ്ട് നോ ഇഫ് ഐ വാസ് ഡിസേർവിംഗ് ഓൾ ദാറ്റ് അറ്റ് ദാറ്റ് പോയിന്റ്. അത്രയും യങ് ആയിട്ടുള്ള ഒരു റിസർച്ചർ, അത്രയും വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു റിസർച്ചറിന് അത്രയും റെസ്പെക്ട് അവർ തന്നിട്ടുണ്ട്. സോ ഐ വാല്യൂ ദാറ്റ് എ ലോട്ട്. അങ്ങനെ പിന്നെ ഓൾസോ അതുകൊണ്ടിട്ട് തന്നെയാണ് എനിക്ക് വാട്ട് കൈൻഡ് ഓഫ് റിസർച്ച് ഡു ഐ വോണ്ട് ഡു എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി വന്നത്. ബിക്കോസ് ഞാൻ 2ാമത് നാഗാലാൻഡ് പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയത്. സോ ഐ വാസ് വിത്ത് ദ കമ്മ്യൂണിറ്റി, ലിവിങ് വിത്ത് ദം അലോൺ. സോ ഇമാജിൻ എ വുമൻ ഇപ്പൊ കേരളത്തിലെ ഒരു സ്ഥലത്ത് ഒരു കമ്മ്യൂണിറ്റീന്റെ കൂടെ ഒറ്റയ്ക്ക് പോയി നിന്നിട്ട് എനിക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റില്ല. ടു ബി വെരി ഓണസ്റ്റ്, പറ്റത്തില്ല. കാരണം അങ്ങനെയാണ് നമ്മുടെ നാട്ടിലത്തെ ആ ഒരു സെറ്റപ്പ്. അപ്പം ഈ പറയുന്ന കാട്ടിലും മൊബൈലിന് നെറ്റ്വർക്ക് പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ വിളിച്ചാൽ പോലും കേൾക്കില്ലാത്ത കാട്ടിലും മേടിലും നടന്ന് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോഴും എനിക്ക് യാതൊരു സേഫ്റ്റി ഇഷ്യൂസും ഫീൽ ചെയ്തിട്ടില്ല. ഒരു ദിവസം പോലും എന്നെ ആരെങ്കിലും വന്ന് പീഡിപ്പിക്കുമെന്ന് പേടിച്ച് ഞാൻ അവിടെ നിന്നിട്ടില്ല. സോ അതൊരു വലിയ കാര്യം. ഇപ്പൊ എന്റെ നാട്ടിൽ പോലും ഞാൻ ലേറ്റ് ആയിട്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ചെറിയ പേടി ഉണ്ടാവും, ഞാൻ ചുറ്റും നോക്കുന്നുണ്ടാവും. പക്ഷെ എനിക്ക് അത്രയും സേഫ് ആയിട്ടുള്ള, അത്രയും സെക്യൂർ ആയിട്ടുള്ള ഒരു റിസർച്ച് എൻവയോൺമെന്റ് തന്ന സ്ഥലം അത്. സോ ഐ ഓ ദം എ ലോട്ട്. അവരെന്നെയല്ല, ഐ ഓ ദം എ ലോട്ട്. അപ്പം എന്റെ വർക്ക് അതുകൊണ്ട് തന്നെ എപ്പോഴും നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും എന്റെ വർക്ക് നടക്കുക. അത് ഭയങ്കര ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയപ്പോഴും എന്റെ കണ്ടീഷൻ ഇതായിരുന്നു, ഐ എം ഗോയിങ് ടു വർക്ക് ഇൻ ഇന്ത്യ. അതിൽ മാറ്റമൊന്നുമില്ല. ഐ എം നോട്ട് ഗോണ വർക്ക് ഓൺ എനി അതർ കൺട്രി ഓർ എനി അതർ റിസോഴ്സസ്. എന്റെ കൺട്രിയിലെ എന്റെ റിസോഴ്സസിലേ ഞാൻ വർക്ക് ചെയ്യുള്ളൂ. ഭയങ്കര പാട്രിയോട്ടിക് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഇതെനിക്ക് വളരെ നിർബന്ധമുള്ള ഒരു കാര്യം. സോ അതാണ് റിസർച്ചിന്റെ, അല്ലെങ്കിൽ എന്താ ഭാവിയിലെ റിസർച്ച് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ. അടിപൊളി, സൂപ്പർ. പിന്നെ ഞാൻ ഒരു ചോദ്യം എല്ലാവരോടും ചോദിക്കുന്നതാണ്, കേരളത്തിനെ കുറിച്ച് എന്താണ് ഫെമിയുടെ സ്വപ്നം? അത് ഓക്കെ, ഐ കൻ സേ ദാറ്റ് കേരളം ഒരുപാട് മാറിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു 10 വർഷത്തിന് ഇടയ്ക്ക്. പക്ഷെ കേരളം കുറേം കൂടി അപ്രോച്ചബിളും കുറേം കൂടി അക്സെപ്റ്റിംഗും ആവാനുണ്ട്. വി ആർ ഗോയിങ് ത്രൂ ദാറ്റ് വേ, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഡെഫിനറ്റ്ലി വി ആർ ഗോയിങ് ദാറ്റ് വേ. പക്ഷെ കുറച്ചും കൂടി ലെസ് ടോക്സിക് ആവാനുണ്ട് കേരളം എന്ന് ഞാൻ പറയും. ബിക്കോസ് എന്റെ പേഴ്സണൽ, എല്ലാവരുടെയും എക്സ്പീരിയൻസ് ഇതാവണം എന്നില്ല. ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വേ യു ആർ ഗ്രോയിങ് അപ്പ്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഞാനൊരു വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള മലയോര കർഷക കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പം എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ ഇറ്റ് വാസ് എൻ ഈസി ഫോർ മീ. ഈ പറയുന്ന എല്ലാ ഷെല്ലുകളും ബ്രേക്ക് ചെയ്ത് പുറത്ത് വന്ന് എനിക്ക് വേണ്ട പോലത്തെ റിസർച്ച് ചെയ്യാന്ന് പറയുന്ന ദറ്റ് ജേർണി വാസ് എൻ ഈസി. നമ്മളിങ്ങനെ പിടിച്ചു വലിക്കാനാണ് ആളുകൾ എപ്പോഴും നോക്കുന്നത്. പീപ്പിൾ ട്രാഷ് യു ഡൗൺ. പീപ്പിൾ നമ്മളെ പറ്റിയിട്ട് എന്തൊക്കെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ട് നമുക്ക് തന്നെ എന്തോ പോലെ ആയി പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ എന്നെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത്. വെറുതെ എന്ത് കാര്യം ഉണ്ടായിട്ട് ഈ പറയുന്നത്, ഞാൻ എന്തെങ്കിലും അതായത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, എന്നെ പറ്റിയിട്ട് ഇങ്ങനെ മോശമായിട്ട് പറയാൻ ഞാൻ എന്താ ചെയ്തിട്ടുള്ളേ, പലപ്പോഴും കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ആയിരിക്കും ഇത് ചെയ്യുന്നത്, നാട്ടുകാരല്ല. നാട്ടുകാരെപ്പോഴും നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. സോ യു വിൽ ബി ലൈക്ക്, ഇവർക്കെന്താ പ്രശ്നം? ഞാൻ നിങ്ങൾക്ക് യാതൊരു മോശവും ചെയ്യുന്നില്ല, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാനും വരുന്നില്ല, ഞാൻ നല്ല കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ എന്നുള്ള ആ ഒരു സ്റ്റേജ് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പൊ അല്ല കേട്ടോ, ഇപ്പൊ എല്ലാരും പൊക്കിയ വെക്കുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ ഓരോ ന്യൂസ് വരുന്നത് കണ്ടിട്ട്. സോ അതെന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം സമാധാനം, അവളിപ്പോ വലിയ റിസർച്ച് ഒക്കെയാ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്.
പക്ഷെ ഇപ്പൊ വരുന്ന ഈ പത്രത്തിൽ വരുന്ന റിപ്പോർട്ടുകൾ, ഇപ്പൊ എന്റെ ബാക്ക് ടു ബാക്ക് കുറച്ച് ന്യൂസ് റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സ്പീഷീസ് കണ്ടുപിടിച്ചപ്പം ഓരോ സ്പീഷീസ് കണ്ടുപിടിക്കുമ്പോൾ അത്, പേപ്പേഴ്സ് വരുമ്പോൾ അത്, സ്കോളർഷിപ്പ് വന്നപ്പോൾ അത്, പിന്നെ കരിയർ ഗുരുവിൽ വന്നത്, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അത് വരാൻ തുടങ്ങിയത് ഒരു കൊല്ലമായിട്ടേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ചെയ്ത റിസർച്ച് ആണ് ഇപ്പൊ പുറത്തു വരുന്നത്. ഈ 3 കൊല്ലം എന്നെ പറ്റിയിട്ട് പറഞ്ഞത് ഇതൊന്നും അല്ലായിരുന്നു. ആ ഒരു സാധനം ഉണ്ടല്ലോ, അതായത് അവള് ബാംഗ്ലൂർ പോയിട്ട് അങ്ങ് നടക്കുക എന്നാ പറയുന്നേ. ബാംഗ്ലൂർ പോയിട്ട് നടക്കുവല്ല, ബാംഗ്ലൂർ പോയിട്ട് മര്യാദക്ക് ഇരുന്ന് റിസർച്ച് ചെയ്യാണ്. അതിന്റെ ഔട്ട്പുട്ടാണ് ഈ വന്നത്. പക്ഷെ ഇത് പത്രത്തിൽ വന്നൊരു വിസിബിലിറ്റി ആയി കഴിഞ്ഞപ്പോ ഓക്കെ, എല്ലാരും ഇപ്പം ഭയങ്കര നല്ല രീതിയിലാട്ടോ. എന്റെ അമ്മേനോടും എല്ലാം നല്ല രീതിയിലാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. സോ അതൊരു ഭയങ്കര മോശം കാര്യമാണല്ലോ. എല്ലാവർക്കും അത് ഫൈറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. ഞാൻ വലിച്ചു നീട്ടുന്നതല്ല, പക്ഷെ യു ഗെറ്റ് മൈ പോയിന്റ്, റൈറ്റ്? വെൻ പീപ്പിൾ trash you, people talk behind your back, it's a very എന്താ പറയാ, ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ളൊരു കാര്യം അത്. അപ്പൊ നമുക്ക് തോന്നും എന്തിനപ്പം ഞാൻ ഇതൊക്കെ ചെയ്തിട്ട്, എന്നെ പറ്റിയിട്ട് എന്നിട്ടും പറയുന്നത് ഇതാണല്ലോ എന്ന് നമ്മുടെ മോട്ടിവേഷനെ ഒന്ന് ഇരുത്തിക്കളയുന്ന പോലത്തെ ഒരു സാധനം. അത് കേരളത്തിലെ ആളുകൾ അത് മാറ്റണം. എല്ലാരും ചെയ്യുന്നു എന്ന് ഞാൻ പറയില്ല, പക്ഷെ ചെയ്ത ഒരുപാട് പേരുണ്ട്. സോ പേരൊന്നും പറയുന്നില്ലെങ്കിലും അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. സോ ആ ഒരു ഇത് പെൺകുട്ടികൾക്ക് നേരെയാണ് മെയിൻ ആയിട്ടും വരുന്നത്. അപ്പൊ അതൊന്നും മാറാതെ നമ്മുടെ നാട്ടിലെ പെൺപിള്ളേർ കുറേം കൂടി മുമ്പോട്ടേക്ക് വരണമെങ്കിൽ ഈ പറയുന്ന ഈ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറണം. സോ അതാണ് കേരളത്തെ പറ്റിയിട്ട് മെയിൻ ആയിട്ട് പറയാനുള്ളത്. അതർവൈസ് കേരളം എന്താ അടിപൊളി സ്ഥലം, നല്ല എല്ലാ റിസോഴ്സസും നന്നായിട്ടുണ്ട്. കാലാവസ്ഥ ഇപ്പൊ കുറച്ച് മോശമാണെങ്കിലും പക്ഷെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാത്തൊരു കാര്യമാണല്ലോ. പക്ഷെ ഈ ഒരു സാധനം ആളുകളുടെ മെന്റാലിറ്റിയിൽ ഒരുപാട് ചേഞ്ച് വരാനുണ്ട്. ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് പുറത്ത് പോയി എന്ന് വിചാരിച്ചോ, ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് റിസർച്ച് ചെയ്യാൻ പോയി എന്ന് വിചാരിച്ചോ, പഠിക്കാൻ പോയി എന്ന് വിചാരിച്ചോ അവള് മോശമാണെന്ന് പറയുമ്പോ അത് ശരിയല്ലല്ലോ. അപ്പൊ വീട്ടിലിരിക്കും, നിങ്ങൾ വീട്ടിൽ മാത്രം ഇരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ മോശമല്ലാതാവുന്നൊന്നുമില്ല. യുനോ, ആ സാധനം മെന്റാലിറ്റി ചേഞ്ച് വരണം. പെർഫെക്റ്റ്. ഫെമി, താങ്ക് യു. വളരെ വളരെ നന്ദി ഇത്രയും നേരം ഡ്രീം മലയാളം പോഡ്കാസ്റ്റിന് വേണ്ടി സമയം ചെലവഴിച്ചതിന്. ഫെമിയുമായിട്ടുള്ള സംഭാഷണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഫെമിയുടെ ജീവിതകഥ നിശ്ചയദാർഢ്യത്തിൻ്റെ കഥയാണ്. ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ ലക്ഷ്യബോധം സുസ്ഥിരമാണെങ്കിൽ, നമ്മുടെ പാഷൻ സത്യസന്ധമാണെങ്കിൽ, എത്ര യാതനകൾ സഹിച്ചാണെങ്കിലും നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കും എന്നുള്ള ഒരു സന്ദേശവുമാണ് ഫെമി നമുക്ക് നൽകുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ പ്രാണികളെയും പുഴുക്കളെയും കഴിക്കുന്ന ഒരു കൂട്ടരുണ്ടെന്ന് എനിക്ക് ഒരു പിടിയുമില്ലായിരുന്നു. ഭൂമിയിൽ കൊളവിക്കും ഒരു വലിയ പങ്കുണ്ട് എന്ന് ഫെമി നമുക്ക് മനസ്സിലാക്കി തരുന്നു. അടുത്ത പ്രാവശ്യം കൊളവിയെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരാൻ പോകുന്നത്? ഈ ചോദ്യത്തോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഒരു നല്ല നാളേക്കായി നമുക്ക് സ്വപ്നം കാണാം, അതിനുവേണ്ടി പരിശ്രമിക്കാം. നന്ദി.